നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നാരായണ പരോ വ്യക്താദണ്ഡമവ്യക്തസംഭവം അണ്ഡസ്യാന്തസ്ത്വിമേ ലോകാ സപ്തദ്വീപാച്ച മേദിനി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ നാരായണായ. സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവിനെ വേദാദി ശാസ്ത്രങ്ങളിൽ എങ്ങനെയെല്ലാം പ്രതിപാദിക്കുന്നു, ആ പ്രതിപാദനങ്ങളോടൊപ്പം ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, അവയിലും മുഖ്യമായ മോക്ഷമാകുന്ന സ്ഥിതി, അതെങ്ങനെയാണ് പലതരത്തിലും തത്വബോധനത്തിലൂടെയും രൂപക കഥാരൂപത്തിലും അതിശയോക്തി കലർത്തിയും പല ഭാഷകളിൽ ശാസ്ത്രങ്ങൾ നമ്മളോട് സംവാദിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. സർവവ്യാപകമായ പരമാത്മാവിൻ്റെ സ്വരൂപം അതിസൂക്ഷ്മമാണ്, ബുദ്ധിക്ക് അതീതമാണ്. ആണെങ്കിലും അത് നമ്മുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവായിട്ട്, അന്തര്യാമിയായിട്ട് ഹൃദയകമലങ്ങളിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ നിത്യസിദ്ധമായ അതിൻ്റെ സാക്ഷാത്കാരവും നമുക്കുണ്ട്. വ്യാപകമായ തത്വത്തെ ചിന്തിക്കാൻ അസാധ്യമായതുകൊണ്ട് തന്നെ, ചിന്താവിഷയമാകാത്തത് കൊണ്ട് തന്നെ അതിനെ അനുഭവിച്ചറിയാനുള്ള വഴികളാണ് തേടേണ്ടി വരിക. അപ്പം അത്തരം വഴികൾ ലൗകികമായിട്ട് ലോകത്തിൽ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടും ലോകർക്ക് അതിനെക്കുറിച്ച് അനുഭവമില്ലാത്തത് കൊണ്ടും ശാസ്ത്രമാണ് ശരണം. അപ്പോൾ ശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരം അത് മനസ്സിലാക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തു പോയാൽ വഴിയേ അത് നമുക്ക് പ്രാപ്തമാകും എന്നതിൽ സംശയമില്ല. ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചുള്ള ഈ പരമതത്വ സമീക്ഷയുടെ ഒരു അധ്യായമായി, ഒരു ചാപ്റ്ററായി ഈ 3 ദിവസത്തെ പരിപാടി നമ്മളിവിടെ നടത്തുന്നു. അതിൽ കഥകളും മറ്റും ഒക്കെ തൽക്കാലം മാറ്റിവെച്ച് ഓരോ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങളുടെ അർത്ഥം, അതിൻ്റെ താത്പര്യം, അതും നമ്മളൊരു പഠന രീതിയിലൊന്നും ചെയ്യുന്നില്ല. എന്നാൽ താത്പര്യമായിട്ട്
ഗ്രഹിക്കാൻ കഴിയുന്ന വസ്തുത എന്താണ് എന്ന് ചിന്തിക്കുകയാണ്. ആ താത്പര്യം, ആത്മാവിൻ്റെ സ്വരൂപം, പരമാത്മാവിൻ്റെ സ്വരൂപം, അത് എങ്ങനെ വ്യാവഹാരിക ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാം, പ്രായോഗിക ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ എങ്ങനെ തിരിച്ചറിയാം, അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സനാതന ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മത്തിൻ്റെ മൗലികമായ സിദ്ധാന്തം, അല്ലെങ്കിൽ സനാതനധർമ്മം ആശ്രയിച്ചിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനമായി ആശ്രയിച്ചിരിക്കുന്നത് ഈ സച്ചിത് സ്വരൂപമായിട്ടുള്ള, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള പരബ്രഹ്മം ഒന്ന് മാത്രമാണ്. അതുതന്നെയാണ് ജീവിതത്തിലെ എല്ലാ ആചാരങ്ങളിലൂടെയും സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഓരോ അനുഷ്ഠാനങ്ങളും, ഓരോ ആചാരങ്ങളും, നിത്യകർമ്മങ്ങളാകട്ടെ, അല്ലെങ്കിൽ അത് ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന ഉത്സവ അനുഷ്ഠാനങ്ങളാകട്ടെ, വാർഷികങ്ങളായിട്ടുള്ള മറ്റ് ഉത്സവങ്ങളാകട്ടെ, യജ്ഞയാഗാദികളാകട്ടെ, ഏതായാലും അതൊക്കെ നിലനിൽക്കുന്നത് ഈ സനാതനമായിട്ടുള്ള, ചിരന്തനമായിട്ടുള്ള ആത്മസ്വരൂപത്തെ പ്രാപിക്കാനുള്ള വഴിയായിട്ടാണ്. ധർമ്മത്തിൻ്റെ ശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും അങ്ങനെയാണ്. സനാതനധർമ്മത്തിൽ കലകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്. 64 കലകളെ പറയുന്ന ഓരോരോ ശാസ്ത്രങ്ങൾ. ആ ശാസ്ത്രങ്ങളൊക്കെയും വഴിതെളിക്കുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സർവശാസ്ത്രസാരം എന്ന്, സർവവേദാന്തസാരമെന്നും ഒക്കെ പറയുക ഈ തത്വജ്ഞാനത്തെ തന്നെയാണ്. ആ ഒരു വ്യാപ്തിയിൽ നിന്നുകൊണ്ട്, അങ്ങനെ വിശാലമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ നാം അറിയുന്നത്, അങ്ങനെയാണ് അറിയേണ്ടത്. അപ്പോൾ കേൾക്കുന്ന കഥകളോ, ചില കഥകളിലൊക്കെ വിപരീതമായിട്ട്, പരസ്പര വിരുദ്ധമായിട്ടൊക്കെ തോന്നുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് തോന്നുന്നത് നമ്മുടെ അറിവിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, കൂടുതൽ വിചാരം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ക്വചിത് ക്വചിത് പുരാണേഷു വിരോധോ യദി ദൃശ്യത്തെ കൽപ്പഭേദാദിഭിസ്തത്ര വ്യവസ്ഥ സദ്ഭിരിഷ്യത്തെ എന്നൊരാപ്തവാക്യമുണ്ട്. പുരാണങ്ങളെയൊക്കെ പരസ്പരം യോജിപ്പിച്ച് നോക്കുമ്പോൾ പല കഥകളിലും ചില വ്യത്യാസങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമൊക്കെ തോന്നുന്നു. അതൊക്കെ വ്യവസ്ഥിതമാണ്, അതത് ദേശകാല സമയങ്ങളൊക്കെ വച്ച് വ്യവസ്ഥിതമാണ്, അതിന് കാരണമുണ്ടാകും. അപ്പം അങ്ങനെ അവതാരവാദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല അവതാരങ്ങളും നമ്മൾ പറയുന്നു. അവതാരങ്ങളുടെ സ്ഥിതി എന്ത്, എന്തിന് അവതാരങ്ങൾ ഉണ്ടായി, അത് സനാതനധർമ്മത്തിൻ്റെ ഏതുദ്ദേശത്തെ എങ്ങനെ സാധിച്ചു തരുന്നു, ധർമ്മരക്ഷയാണ് അതിൻ്റെ പ്രധാനമായ ഉദ്ദേശം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അപ്പം അങ്ങനെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നു.
ആ അവതാരങ്ങളൊക്കെ ആണ് പുരാണങ്ങളുടെ കഥകൾ. സർഗവും പ്രതിസർഗവും വംശാനുചരിതവും ഒക്കെ പറയുമ്പോൾ ഈ കഥകളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ കഥകളൊക്കെ ഒരു ജീവിതകഥ പുരാണം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ ആ കഥയിലൂടെ പരമമായ തത്വത്തെ എങ്ങനെ സരളമായി വ്യാഖ്യാനിക്കാം എന്ന രീതിയിലാണ് ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് അതെല്ലാം ആ രീതിയിൽ വ്യവസ്ഥിതമാണ്. അതിൽ തന്നെ സഗുണവും നിർഗുണവുമായിട്ടുള്ള ഭാവങ്ങൾ അനേകം ദേവന്മാർ ഉണ്ട് എന്ന് പറയുന്ന ഒരു വാദം, അതും നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെ സവിശേഷതയാണ്. ഹിന്ദുധർമ്മത്തിൽ അനേകം ദേവന്മാരുണ്ട്. അതുപോലെ ഭഗവാന്മാർ അനേകമുണ്ട്. അപ്പോൾ ദേവന്മാർ അനേകമുണ്ട് എന്ന് പറയുമ്പോൾ കണക്കില്ലാത്ത ദേവന്മാരുണ്ട് എന്നർത്ഥമില്ല. ദേവന്മാർക്ക് കണക്കുണ്ട്. പക്ഷേ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ദേവനും ഭഗവാനായിരിക്കാം. പക്ഷെ ദേവത അല്ലാത്ത ഒരു മനുഷ്യജന്മത്തിൽ അവതാരമെടുത്ത ഒരാളും ഭഗവാനാവാം. അപ്പോൾ ഈ സ്തുതി ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന സ്തുതി അത് ദേവതാരൂപത്തിലാണോ സ്തുതിക്കുന്നത്, ഭഗവാൻ എന്ന രൂപത്തിലാണോ, ആത്മസ്വരൂപത്തിലാണോ എന്ന് ചോദിച്ചാൽ ഈ സ്തുതികളിലൊക്കെ ഇതെല്ലാം ചേർന്ന് വരും. കാരണം സ്തുതികൾ ഉണ്ടാക്കുമ്പോൾ അതിലെ സഗുണ നിർഗുണ ഭാവങ്ങളൊക്കെ ചേർന്നാണ് വരിക. ശുദ്ധമായ നിർഗുണ സ്തുതി വളരെ വിരളമാണ്. ഭാഗവതത്തിൽ തന്നെ ബ്രഹ്മസ്തുതി പോലുള്ള ചില സ്തുതികളുണ്ട്, പക്ഷേ വളരെ വിരളമാണ്. സ്തുതിക്കണമെങ്കിൽ, കീർത്തനം ചൊല്ലണമെങ്കിൽ ചില ഗുണങ്ങളും ചില പ്രത്യേകതകളും ഒക്കെ ആരോപിച്ച് കൽപ്പിച്ച് അങ്ങനെ ചെല്ലാൻ സാധിക്കൂ. അല്ലാതെ നിർഗുണ പരബ്രഹ്മത്തെക്കുറിച്ച് സച്ചിദാനന്ദ സ്വരൂപം എന്നല്ല ഈ ഒരു വാക്കല്ലാതെ വേറൊന്നും പറയാൻ സാധിക്കില്ല. അത് സച്ചിദാനന്ദ സ്വരൂപത്തിൻ്റെ സ്വരൂപലക്ഷണം എന്ന് രാവിലെ ഞാൻ പറഞ്ഞു. സ്വരൂപലക്ഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ സ്വരൂപം ഒരിക്കലും മാറുന്നില്ല എന്നർത്ഥം. സ്വരൂപം അനപായിത്വം സ്വരൂപത്വം എന്ന് പറയും. അനപായി ആയിരിക്കുക, ഒരിക്കലും മാറാതിരിക്കുക, പരിവർത്തനം ചെയ്യാതിരിക്കുക, അതിനെയാണ് സ്വരൂപം എന്ന് പറയുക. സംസ്കൃതത്തിൽ സ്വരൂപ ശബ്ദം സ്വഭാവ ശബ്ദമൊക്കെ ഉപയോഗിച്ചാൽ അതിനർത്ഥം അങ്ങനെയാണ്. സ്വഭാവ ശബ്ദത്തിന് അല്പം ഭേദമുണ്ടെങ്കിലും സ്വരൂപ ശബ്ദം പറഞ്ഞാൽ അത് പിന്നെ മാറില്ല എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ലക്ഷണം പറയുമ്പോൾ സ്വരൂപലക്ഷണമെന്നും തടസ്ഥ ലക്ഷണമെന്നും രണ്ടുണ്ട്. അതിൽ സ്വരൂപലക്ഷണം ഒരിക്കലും മാറാത്തതാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ വിചാരം ചെയ്ത സച്ചിദാനന്ദത്തിൻ്റെ സ്വരൂപം, ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ച ഒരു ഭാഗം, ഇതെല്ലാം സ്വരൂപലക്ഷണത്തെ എങ്ങനെ ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ്. അപ്പോൾ എന്താണ് ഈ സ്വരൂപലക്ഷണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്തുതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്പഷ്ടത, ഒരു സാങ്കേതികമായ ഒരു സ്പഷ്ടത, ടെക്നിക്കൽ ക്ലാരിറ്റി ഉണ്ടായാൽ നല്ലതാണ്. സ്വരൂപലക്ഷണം ഞാനിപ്പോൾ പറഞ്ഞ അതിൻ്റെ ഒരു ഡെഫിനിഷൻ, പരിഭാഷ അനുസരിച്ച് അനപായി ആയിട്ടുള്ള ലക്ഷണം, സ്വരൂപമേവ ലക്ഷണം, അതിനെയാണ് സ്വരൂപലക്ഷണം എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ സ്വരൂപലക്ഷണം എന്ന് പറഞ്ഞാൽ. എന്തായി എന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം സൂര്യൻ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അത് സൂര്യൻ്റെ സ്വരൂപലക്ഷണമാണ്.
എന്തുകൊണ്ടാണ്? സൂര്യനെ ഇതുവരെയും അപ്രകാശമായിട്ട്, അന്ധകാരമായിട്ട് ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അങ്ങനെ ആരും കൽപ്പിക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് സൂര്യൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് പ്രകാശമാണ്. അഗ്നിയുടെ സ്വരൂപം എന്താണ്? ഉഷ്ണതയാണ്. അഗ്നിയുടെ സ്വരൂപം നമ്മൾ പ്രകാശം എന്ന് പറയുന്നില്ല. കാരണം അഗ്നി ഉള്ള സ്ഥലത്ത് ചൂടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും പ്രകാശം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അഗ്നിയുടെ സ്വരൂപ ലക്ഷണം എന്ന് പറയുന്നത് ഉഷ്ണത. ഇങ്ങനെ ജലത്തിൻ്റെ സ്വരൂപ ലക്ഷണം, ജലത്തിൻ്റെ സ്വരൂപം എന്തെന്ന് ചോദിച്ചാൽ ശീതത, തണുപ്പാണ് അതിൻ്റെ സ്വരൂപം. അപ്പം എവിടെയൊക്കെ തണുപ്പുണ്ടോ, എപ്പോഴൊക്കെ തണുപ്പുണ്ടോ അവിടെ ജലകണങ്ങളുടെ സംബന്ധം ഉണ്ടായിരിക്കും, അന്തരീക്ഷത്തിൽ ജലമുണ്ടായിരിക്കുമെന്നർത്ഥം. ഇങ്ങനെ ഓരോ വസ്തുക്കൾക്കും സ്വരൂപമുണ്ട്. അതിൻ്റെ യഥാർത്ഥമായ മാറാത്ത രൂപം. അപ്പോൾ അത് വസ്തുക്കൾക്കുണ്ട് എന്നുള്ളത് ശരി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വരൂപം എന്താണ്? നമ്മുടെ സ്വരൂപത്തിൽ മാറാതിരിക്കുന്നത് എന്താണ്? എന്താ മാറാതിരിക്കുന്നത്? നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല, കുറച്ച് ഉറക്കം പറഞ്ഞാൽ കേൾക്കാം. ആത്മാവ് മാറാതിരിക്കുന്നു. ആത്മാവ് മാറാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് എങ്ങനെയാണ് മാറാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് മാറാതിരിക്കുന്നത് ആത്മാവ്? ഞാൻ എന്ന അനുഭവത്തോടൊപ്പം. ശരീരം നമ്മുടെ സ്വരൂപമല്ല, കാരണം ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സും നമ്മുടെ സ്വരൂപമല്ല, മനസ്സും മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആത്മാവ് മാറാത്തതായ ഒന്നുണ്ടെങ്കിൽ ഞാനെന്ന ശുദ്ധമായ അനുഭവം മാറുന്നില്ല. കാരണം അറിവ് വച്ച സമയം മുതൽക്ക് ഞാൻ എന്നുള്ള അനുഭവം നിരന്തരം ഏകരൂപേണ അത് നിലനിൽക്കുന്നു. ബാക്കിയെല്ലാം കുറയുകയും കൂടുകയും മാറുകയൊക്കെ ചെയ്യുന്നെങ്കിലും ഇതിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് എന്താണ് സ്വരൂപം എന്ന് ചോദിച്ചാൽ, അഹമെന്ന ആത്മാവിൻ്റെ സ്വരൂപം അഹമാണ്, ഞാനാണ്, ഞാനെന്ന ഭാവമാണ്, ഞാനെന്ന അനുഭവമാണെന്ന് പറയാം. പക്ഷേ ഞാൻ മനുഷ്യനാണ്, ഇത് സ്വരൂപമാണോ? അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് മനുഷ്യരല്ലേ? മനുഷ്യരാണെന്നുള്ളത് സ്വരൂപമല്ല എന്ന് പറയുന്നു. നിങ്ങൾ നല്ല വിവേകമുള്ളവരും ജ്ഞാനികളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു. സാധാരണ ആൾക്കാർക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. മനുഷ്യരാണ്, മനുഷ്യത്വം എൻ്റെ സ്വരൂപമാണെന്നാണ് പറയുക. വാസ്തവത്തിൽ മനുഷ്യത്വം സ്വരൂപമാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ മനുഷ്യൻ എന്ന ഭാവവും ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട്, അല്ലേ? നമ്മൾ ചിലവരടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പറയാറില്ലേ, കുറച്ച് മനുഷ്യത്വമൊക്കെ വേണമെന്ന്, അല്ലേ? കുറച്ച് മനുഷ്യത്വത്തോടു കൂടി സംസാരിക്കൂ, ആദ്യം മനുഷ്യത്വത്തെ പ്രാപിക്കൂ, പിന്നെ ബാക്കിയൊക്കെ പ്രാപിക്കാം എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യത്വത്തെ വേറെ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ. അയാളിൽ നിന്ന് ഭിന്നമായ മനുഷ്യത്വം ഇടയ്ക്ക് വരികയും ഇടയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യത്വത്തെ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ ശരീരമുണ്ട് എന്നുള്ളത് ശരിയാണ്, ആ ശരീരത്തിന് പിന്നെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്നതും സ്വരൂപമല്ല എന്നുള്ളത് ഉറപ്പാണ്. സ്വരൂപമാണെങ്കിൽ അത് പോകുകയും വരികയും ചെയ്യില്ല. അനപായി ആയിരിക്കണം എന്ന് പറയുന്നത്, പോകാത്തതായിരിക്കണം, മാറാത്തതായിരിക്കണം. അപ്പോൾ നമ്മുടെ സ്വരൂപം അഹമാണ് എന്ന് പറയുന്നു, സത് സ്വരൂപമാണ്. ഇനി ഭഗവാന്റെ സ്വരൂപം എന്താണ്?
അപ്പം ഇതാണിപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? സച്ചിദാനന്ദം. അത് മാറാത്ത സ്വരൂപമാണ്. സത്ത് ചിത്ത് ആനന്ദം. സച്ചിദാനന്ദ രൂപായ എന്ന സത്തും ചിത്തും ആനന്ദമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം. ആ ഭഗവാന്റെ സച്ചിദാനന്ദമായിട്ടുള്ള സ്വരൂപവും നമ്മുടെ അഹം എന്ന ആത്മാവിലിരിക്കുന്ന ആത്മാവിൻ്റെ സ്വരൂപവും ഇതും സത്തും ചിത്തും ആനന്ദമാണ്. ഇത് രണ്ടും ഒന്നാണ്. സ്വരൂപത്തിൽ ഭഗവാന്റെ സ്വരൂപവും ബ്രഹ്മത്തിൻ്റെ സ്വരൂപവും ബ്രഹ്മാവിൻ്റെ സ്വരൂപവും ആത്മാവിൻ്റെ സ്വരൂപവും എല്ലാം ഒന്നാണ്. കാരണം സച്ചിദാനന്ദം എന്ന സ്വരൂപത്തിൽ ഭേദമില്ല. ഇതിനെ സ്വരൂപലക്ഷണം എന്നാണ് വേദാന്തത്തിൽ പറയാം. അപ്പം തത്വമസി വാക്യങ്ങളിൽ തത്പദത്തിൻ്റെയും ത്വം പദത്തിൻ്റെയും അർത്ഥം ഒന്നാണെന്ന് നിശ്ചയിച്ച് തത്പദത്തെക്കുറിച്ച് പറയുന്ന തത്പദവാച്യമായിട്ടുള്ള ഈശ്വരൻ ഭഗവാൻ സത്ത്, ത്വംപദവാച്യമായിട്ടുള്ള ഈ ജീവാത്മാവ്, അഹമഹമെന്ന് അഭിമാനിക്കുന്ന ജീവാത്മാവ്, ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വരൂപലക്ഷണം ഒന്നാണ് എന്ന്. സ്വരൂപലക്ഷണം ഒന്നായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാന്റെ സ്വരൂപവും നമ്മുടെ സ്വരൂപവും തമ്മിൽ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റവുമില്ല. ഇത് സനാതനധർമ്മത്തിൽ മാത്രമേ ഇങ്ങനൊരു കൺസെപ്റ്റുള്ളൂ, ഇങ്ങനൊരു ആശയമുള്ളൂ, ഇങ്ങനൊരു തത്വമുള്ളൂ. ബാക്കി ഒരു മതങ്ങളും ഒരു സിദ്ധാന്തങ്ങളും ഒരു മാർഗങ്ങളും ഇങ്ങനെ പറയുന്നില്ല. ഇത് പറയാനുള്ള ധൈര്യം, ഭഗവാന്റെ സ്വരൂപവും എൻ്റെ സ്വരൂപവും ഒന്നാണ് എന്ന് പറയാനുള്ള ധൈര്യം വേദാന്തത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കി സിദ്ധാന്തങ്ങളും അത്രയും ധൈര്യത്തോടു കൂടി അങ്ങനെ എടുത്തടിച്ച് പറയില്ല. പതുക്കെ പതുക്കെ ഇങ്ങനെ പല രീതിയിലൊക്കെ പറയും. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ലോകം കണ്ടതിൽ വച്ച്, ലോകത്തറിഞ്ഞതിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഹയസ്റ്റ് ഫിലോസഫി എന്ന് ഈ തത്വശാസ്ത്രത്തെ പറയാൻ കാരണം. അവിടെ മാത്രമേ ഭഗവാന്റെ സ്വരൂപം, എൻ്റെ സ്വരൂപം ഒന്നാണ്, ഭഗവാൻ എന്നിൽ തന്നെ ഉണ്ട്, എല്ലായിടത്തുമുണ്ട്, എന്നിലുമുണ്ട് എന്നത് സിദ്ധമാകുന്നു. അപ്പോൾ നിങ്ങൾ ഭഗവാനും തമ്മിൽ ഭേദമൊന്നുമില്ലേ? ഉണ്ടോ? അതിന് എല്ലാവർക്കും ഒരു പക്ഷമല്ല അല്ലേ? ഭഗവാനും നമ്മളും തമ്മിൽ ഭേദം ഇല്ല എന്നൊരു പക്ഷം, ഉണ്ട് എന്ന് വേറെ പക്ഷം. അല്ലാതെ എപ്പോഴും ഉണ്ടാവും. ആരൊക്കെ അത് പക്ഷക്കാരെന്ന് അറിയണ്ട, എന്തായാലും ഉണ്ടാവും അത്. ഇതിലാണ് അടുത്ത നമ്മുടെ പോയിന്റ്. അതായത് ഇപ്പോൾ നമ്മൾ വർണ്ണിക്കാൻ ചിന്തിച്ചിരിക്കുന്ന, കേൾക്കാൻ ചിന്തിച്ചിരിക്കുന്ന ആ വർണ്ണന വരുന്നത് തടസ്ഥ ലക്ഷണം എന്നാ പറയുക. അത് തടസ്ഥ ലക്ഷണമാണ്, രണ്ടാമത്തെ തലത്തിലുള്ള ലക്ഷണം. അപ്പം സ്വരൂപലക്ഷണത്തിലെ ഒരു മാറ്റവും ഇല്ല. സ്വരൂപലക്ഷണത്തിൽ ഭഗവാന്റെ സ്വരൂപവും നമ്മുടെ സ്വരൂപവും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മുടെ അല്ല, ഈ കാണുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സ്വരൂപം സച്ചിദാനന്ദമാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ ഈശ്വരൻ, ജീവാത്മാവ്, ഈ ജഗത്ത്, ഈ മൂന്നായി കാണുന്ന ഈ മൂന്നിൻ്റെയും യാഥാസ്ഥിതികമായ സ്വരൂപം അത് ഒന്നാണ്. അതിൻ്റെ പേരാണ് സച്ചിദാനന്ദം. അതുകൊണ്ടാണ് സനാതനധർമ്മം സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ജ്ഞാനത്തിലാണ് പരിനിഷ്ഠിതമായിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ സനാതനധർമ്മത്തിൽ പറയുന്ന ഓരോ കർമ്മവും, രാവിലെ എഴുത്ത് ശൗചാചാരങ്ങൾ ചെയ്യാൻ പറയുന്നു, നിത്യകർമ്മങ്ങളുടെ ഭാഗമായി സന്ധ്യാവന്ദനാദികൾ ചെയ്യാൻ കൽപ്പിക്കുന്നു. സ്വധർമ്മങ്ങൾ തന്നെയായിട്ട് മറ്റ് ജോലികളും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ വേണ്ടതുപോലെ ചെയ്യാൻ പറയുന്നു, കർമ്മയോഗമായിട്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടോ
അതെല്ലാം ഈ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് തിരിച്ചെത്താൻ നമ്മളെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ്. അതൊക്കെ ചെയ്യണം നമ്മൾ. അത് ചെയ്താലേ ഇതിലേക്ക് സുഗമമായി എത്താൻ സാധിക്കൂ. അതൊക്കെ നമ്മുടെ സ്മരണപഥത്തിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ ശരിയാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകും, ശ്രദ്ധയുണ്ടാകും. പക്ഷെ അതൊക്കെ ഉപയുക്തമാണ്, പ്രായോഗികമാണ് എന്ന ഒരു വ്യവഹാര രീതി അല്ലെങ്കിൽ എന്നൊരു അനുഭവം നമുക്കുണ്ടാവില്ല. രണ്ടാമത്തെ ലക്ഷണത്തെ പറയുന്നത് തടസ്ഥ ലക്ഷണം എന്നാണ്. തടസ്ഥം എന്ന് പറഞ്ഞാൽ സ്വരൂപമല്ല. യാവത്കാല അവസ്ഥിതത്വേ സതി വ്യാവർത്തകം ലക്ഷണം തടസ്ഥ ലക്ഷണം എന്നാ പറയുക. കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരിക്കും, എന്നാൽ ആ ഉണ്ടായിരിക്കുന്ന സമയത്ത് അതൊരു ലക്ഷണമായി പ്രവർത്തിക്കും. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ ഭിന്നമാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാം. എന്താ ഞാൻ പറഞ്ഞത്? കുറച്ച് കാലം ഉണ്ടായിരിക്കും, താത്കാലികം എന്നും അർത്ഥം. താത്കാലികമായി ഉണ്ടായിരിക്കും. പക്ഷെ ഉണ്ടായിരിക്കുമെന്നുള്ള ലക്ഷണമാണ്. ലക്ഷണമായതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിച്ചറിയാൻ അത് സഹായിക്കും. അങ്ങനെയുള്ള ലക്ഷണത്തെ പറയുന്ന പേരാണ് തടസ്ഥ ലക്ഷണം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. വേദാന്തം പഠിച്ചവരൊക്കെ ആണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിലൊരു രഹസ്യമുണ്ട്. നമ്മളീ പറയാൻ പോകുന്ന കാര്യം ഇതിനൊന്ന് വ്യവസ്ഥിതമാക്കാനുള്ളൊരു രഹസ്യമുണ്ട്. കാരണം രാവിലെ മുഴുവൻ നമ്മൾ സച്ചിദാനന്ദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത് സ്വരൂപലക്ഷണമാണ്. ഇനി സ്വരൂപമല്ലാത്ത ഭഗവാന്റെ എന്തൊക്കെ രൂപങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഈ രൂപങ്ങളൊക്കെ സത്യമാണെന്ന് പറയണമല്ലോ. ഇതൊന്നും ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഇത് വർണ്ണിക്കുന്നത് എന്തിന്, ഇതിനെ പൂജിക്കുന്നത് എന്തിനെന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രം അതിനൊരു വ്യവസ്ഥ കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് തടസ്ഥ ലക്ഷണം എന്ന് പറയുന്നത്. തടസ്ഥ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ അനേകം ആൾക്കാരിയ്ക്കുന്നു. അപ്പോൾ അതിൽ ഒരാളിനെ തിരിച്ചറിയണം. അപ്പോൾ പറയുകയാണ്, ചുവന്ന വസ്ത്രം ഇട്ടിരിക്കുന്ന ആളാണ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം ഇട്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വെള്ള വസ്ത്രം ഇട്ടിരിക്കുന്ന ആളാണ്. ആ വസ്ത്രത്തെ പറഞ്ഞുകൊണ്ട് ഇയാളാണ് ഗോവിന്ദൻ. ചുവന്ന വസ്ത്രം ഇട്ടിരിക്കുന്ന ആൾ, ചുവന്ന ഉടുപ്പിട്ടിരിക്കുന്ന ആൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അയാളെ നോക്കും. അയാൾ ചുവന്ന വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഗോവിന്ദനാണെന്ന് നിശ്ചയിക്കും, തിരിച്ചറിയാൻ സാധിക്കും. ഈ ചുവന്ന വസ്ത്രം ഇട്ടിരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഗോവിന്ദനാണ്, ഗോവിന്ദൻ്റെ ലക്ഷണമാണ്. ലക്ഷണം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്നതാണല്ലോ. ID, നമ്മളിപ്പോൾ ആധാർ കാർഡ്, ID കാർഡ് എന്നൊക്കെ പറയുന്നത് പോലെ അയാളെ ഐഡൻറ്റിറ്റിയാണ്, അയാളെ തിരിച്ചറിവാണ് ചുവന്ന വസ്ത്രം ഇട്ടിരിക്കുന്ന ആൾ എന്നത്. എന്നാൽ ചുവന്ന വസ്ത്രം ഇട്ടിരിക്കുന്ന ആളാണോ ഗോവിന്ദൻ? അല്ല. അയാൾ താൽക്കാലികമായിട്ടാണ് ചുവന്ന വസ്ത്രം ഇട്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ വസ്ത്രം മാറി വരും. അപ്പോൾ ചുവന്ന വസ്ത്രം ഇട്ടിരിക്കുന്ന ആൾ ഗോവിന്ദൻ എന്ന് തീരുമാനിച്ചാൽ പിന്നെ അയാൾ വസ്ത്രം മാറുമ്പോൾ അയാൾ ഗോവിന്ദനല്ലാതാവും, അല്ലേ? പക്ഷേ അത് അവിടെ വിഷയമല്ല. ഈ തടസ്ഥ ലക്ഷണത്തിന് അതൊരു പ്രശ്നമേ അല്ല. താത്കാലികമായി ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ ഭാഗമായി അതിനെ തിരിച്ചറിയാൻ സാധിച്ചാൽ അത് തന്നെയാണ് അതിൻ്റെ ലക്ഷണം. അത്രയും സമയം ആ ലക്ഷണത്തിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് താൽക്കാലിക ലക്ഷണമാണ് തടസ്ഥ ലക്ഷണം. അപ്പോൾ ഇങ്ങനെ സ്വരൂപലക്ഷണമുള്ള എല്ലാത്തിനും ഈ രണ്ടാം തലത്തിൽ തടസ്ഥ ലക്ഷണങ്ങളും ഉണ്ടാകും. തടസ്ഥ ലക്ഷണങ്ങളിൽ ഭേദമുണ്ടാകും. അത് ഭേദത്തിനുള്ളതാണ്. സ്വരൂപലക്ഷണം എന്ന് പറയുന്ന ഭേദമില്ല അവിടെ. ഭേദത്തിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള സ്ഥലത്ത് ഇപ്പോൾ അഗ്നിയും ജലവും ഒക്കെ വേർതിരിച്ച് പറയുമ്പോൾ അതതിൻ്റെ പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ആത്യന്തികമായി അതിൽ ഭേദം വരണമെന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് മനുഷ്യർ എന്നെടുത്തു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്നത് താൽക്കാലികമായിട്ട് നമുക്ക് സംഭവിച്ചാൽ ശരിക്കും എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരല്ലാത്തവരാരും മനുഷ്യരായിട്ട് നമ്മൾ പറയില്ല, മനുഷ്യത്വം ഇല്ലാത്തവരെ. അപ്പോൾ മനുഷ്യത്വമുള്ളവരെയെല്ലാം മനുഷ്യരെന്ന് പറയുന്നു. മനുഷ്യർക്ക് ചില ലക്ഷണങ്ങളുണ്ട്, അവർക്ക് ചില ആകാരവിശേഷമുണ്ട്,
അവരുടെ ചില പ്രത്യേക കഴിവുകളുണ്ട്. ഇപ്പോൾ കുതിരകൾ, പശുക്കൾ, പട്ടികൾ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിനും ഓരോ കഴിവുകളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മനുഷ്യരെന്ന ആ ജീവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ ആണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യരെ മറ്റ് ജീവികളിൽ നിന്ന് ഭിന്നമായി. എന്നാൽ മനുഷ്യത്വം നിത്യമല്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതും തടസ്ഥ ലക്ഷണമാണ്. താത്കാലികമായി നമുക്ക് മനുഷ്യരുടെ ശരീരം കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനുഷ്യരായിട്ട് ഇവിടെ ഇരുന്ന് സത്സംഗമൊക്കെ കേൾക്കുന്നു. ഇത് മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ. കാരണം വേറെ ജീവികൾക്കൊന്നും കസേര ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഇരുന്ന് കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്ന ലക്ഷണം നമുക്ക് ഉപയോഗത്തിൽ വന്നിരിക്കുന്നത്. എന്താണ്? ആ മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ട് ഇവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? മനുഷ്യരാണ്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഈ മനുഷ്യ ശരീരം ഉണ്ടെങ്കിലേ സാധ്യമാകും. ദേവന്മാർക്കും മറ്റ് ജീവികൾക്കൊന്നും ഈ പരിപാടി നടപ്പില്ല. ഭാഗവതം തന്നെ പറയുന്നത് ദേവയോനികളും മറ്റ് തിര്യക് യോനികളുമൊക്കെ ഭോഗ്യയോനി എന്നാണ്. ഭോഗ്യ ശരീരങ്ങളാണ്, കർമ്മയോനിയല്ല, കർമ്മശരീരമല്ല. അപ്പോൾ അതാണ് മനുഷ്യത്വ ലക്ഷണം. മനുഷ്യത്വം എന്ന് പറയുന്ന തടസ്ഥ ലക്ഷണമാണ്, താത്കാലികമാണ്. എന്ന് പറഞ്ഞാൽ ജന്മം മുതൽ മരണം വരെ ഇത് ഉണ്ടാവുള്ളൂ. അടുത്ത ജന്മം പിന്നെ എന്താണ് ആവുന്നതെന്നൊന്നും അറിയില്ലല്ലോ ആർക്കും. പിന്നെ ആ മനുഷ്യരിൽ തന്നെ വിഭാഗം, സ്ത്രീകൾ, പുരുഷന്മാർ എന്ന രണ്ട് വിഭാഗം. അപ്പം സ്ത്രീലിംഗം, പുരുഷലിംഗം എന്നുള്ള രണ്ട് വിഭാഗം അതിൽ തന്നെ ഉണ്ടാകുന്നു. ആ വിഭാഗവും ആ ശരീരങ്ങളും അതുപോലെ തന്നെ താത്കാലികമാണ്. അതിൽ തന്നെ ജാതികളുടെ വ്യത്യാസമുണ്ടാകുന്നു. ജാതികൾ എല്ലാം അംഗീകരിക്കുന്നവർക്ക് ജാതികളുടെ വ്യത്യാസം, പിന്നെ വർണ്ണവ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഓരോന്നും അതിൽ തടസ്ഥങ്ങളായിട്ട് താത്കാലികമായിട്ട് കൽപ്പിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എന്തിനാണ്? ആദ്യം പറഞ്ഞ എന്താണത്? വിഭാജനം ചെയ്ത് അറിയാനാണ്, തിരിച്ചറിവിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഓരോരോ ക്രിയകളുണ്ടാവും. ഓരോ ക്രിയകൾ, ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രയോഗങ്ങൾ. ഇപ്പോൾ ഒരാളെ നമ്മൾ പാചകൻ എന്ന് വിളിക്കുന്നു. പാചകം ചെയ്യുന്ന ആളിനെ കുക്ക്, പാചകൻ എന്ന് വിളിക്കുന്നു. അയാൾ വാസ്തവത്തിൽ പാചകനാണോ? ഇല്ല. അയാൾ എപ്പോഴെങ്കിലേ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാതെ 24 മണിക്കൂറും പാചകം ചെയ്യുന്നില്ല. അയാൾ തന്നെ കുറച്ച് കഴിഞ്ഞ് ഡ്രൈവിങ് ചെയ്യും. ഡ്രൈവിങ് ചെയ്യുമ്പോൾ അയാൾ ഡ്രൈവറാവും. അപ്പോൾ ഇതൊക്കെ താൽക്കാലിക ക്രിയമാണ്. പക്ഷേ ആ ഒരു സമയത്ത്, ഒരു സന്ദർഭത്തിൽ അയാളെ തിരിച്ചറിയാൻ അതും ഒരു ക്രിയയായിട്ട് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണോ തടസ്ഥ ലക്ഷണം, മനസ്സിലായല്ലോ എന്താണ് തടസ്ഥ ലക്ഷണമെന്ന്. ഇതുപോലെ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന് കുറേ തടസ്ഥ ലക്ഷണങ്ങളുണ്ട്. ഭഗവാനെ സർവജ്ഞനെന്ന് പറയുന്നു, സർവശക്തിമാൻ എന്ന് പറയുന്നു, സൃഷ്ടികർത്താവ് എന്ന് പറയുന്നു, സ്ഥിതികർത്താവ് എന്ന് പറയുന്നു, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ അനേകം ലക്ഷണങ്ങൾ, അവതാരങ്ങളെന്ന് പറയുന്നു, ദേവന്മാരെന്ന് പറയുന്നു, ദേവികളെന്ന് പറയുന്നു, ഭഗവാന്മാരെന്ന് പറയുന്നു. ഈ പറയുന്നതൊക്കെ ആ സച്ചിദാനന്ദ സ്വരൂപം ബ്രഹ്മം ഒന്നായിരിക്കുന്ന ആ ഒന്നിൻ്റെ തന്നെ വിഭിന്ന ലക്ഷണങ്ങൾ, വിഭിന്ന ഭേദങ്ങൾ, വിഭിന്ന ക്രിയകൾക്ക് വേണ്ടി തടസ്ഥ ലക്ഷണങ്ങളായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊന്നും ഭഗവാന്റെ ഒറിജിനൽ സ്വരൂപം അല്ല, തിരിച്ചറിയൽ മാത്രം. അങ്ങനെ തിരിച്ചറിയുന്നതിൻ്റെ പ്രക്രിയയിൽ അനേകം രൂപങ്ങൾ കൽപ്പിച്ചിട്ടുള്ളതിൽ ദേവതാരൂപങ്ങളുണ്ട്, ദേവിമാരുടെ രൂപങ്ങളുണ്ട്, പിന്നെ രാക്ഷസന്മാർ, അസുരന്മാർ, ഇവരൊക്കെ ഭഗവാന്റെ തന്നെ സ്വരൂപങ്ങളാണ്. സൃഷ്ടിയിൽ ആദ്യകാലത്ത് ഇപ്പോൾ ഈ അസുരന്മാരും സുരന്മാരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ അസുരന്മാരും സുരന്മാരും വാസ്തവത്തിൽ എവിടെ നിന്നാണ് ഉണ്ടായത്? നിങ്ങൾ 1-ാമത്തെ സ്കന്ധത്തിൽ കഥ കേട്ടിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ അച്ഛൻ, പിതാവ് ഒന്നാണ്, മാതാവ് വേറെ. അതായത് 2 അമ്മ മക്കൾ അല്ലെങ്കിൽ 3 അമ്മ മക്കൾ, അച്ഛൻ ഒന്ന്.
അങ്ങനെയാണ് വ്യവസ്ഥ. പക്ഷേ ഒരമ്മ മക്കളെല്ലാം ദേവന്മാരായി, അതിഥിയുടെ പുത്രന്മാരെല്ലാം ദേവന്മാരായി, ദിതിയുടെ പുത്രന്മാരെല്ലാം ദൈത്യന്മാരായി. പിന്നെ ബാക്കിയുള്ള 12 പേരുമുണ്ട്. അവരുടെയൊക്കെ പുത്രന്മാർ ഓരോരോ കാറ്റഗറിയിലുകളായി. അപ്പോൾ ഇതൊരു കൽപ്പന, ആ ഒരു ഭാവം നോക്കൂ. എന്തൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നു അതെല്ലാം ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണെന്ന്. അപ്പോൾ ദേവന്മാരിൽ നമ്മൾ പൂജിക്കുന്നതായിട്ടുള്ള ദേവന്മാർ എത്രയാണുള്ളത്? 30 കോടി ദേവന്മാരാണുള്ളത്. ഒരു ജനസംഖ്യയാണത്, ദേവന്മാരുടെ ഒരു സംഖ്യ 30 കോടി. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ 100 കോടി 146 കോടി, 146 147 വരും. ഇനിയിപ്പോൾ ജനസംഖ്യ കഴിയുമ്പോൾ കുറച്ച് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഏതായാലും 146 കോടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 146 കോടി ജനസംഖ്യയുണ്ട്. ദേവന്മാരുടെ എണ്ണം പറയുന്നത് 33 കോടിയായിട്ടാണ്. അപ്പോൾ 33 കോടി ദേവന്മാരുണ്ട്. അതെന്താ ഈ 33 കോടി ദേവന്മാരെന്ന് പറയാൻ കാരണം? അത് 32 കോടി എന്തുകൊണ്ടല്ല? ഓരോരോ കോടി, 1/3 ഭാഗം. ഏതിൻ്റെ 1/3 ഭാഗം? 100 കോടിയുടെ 1/3 ഭാഗം. ഓ, വെരി ഗുഡ്. അതൊരു പുതിയ കണക്കാണ്, ഞാനിത് കേട്ടിട്ടില്ല. അപ്പോൾ 100 കോടി നമുക്കറിയാം, 100 കോടിയുടെ 1/3 ഭാഗം. ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു വിദ്യ പഠിച്ചിട്ടേ എല്ലാ സ്ഥലത്തും പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, ഈ ഓരോ സ്ഥലത്തുകൾ ഇപ്പോൾ ഒരു പുതിയൊരു കണക്ക് കിട്ടി. ഈ കണക്ക് എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. ഈ 100 കോടിയുടെ 1/3 ഭാഗമാണ് ഇങ്ങനെ 33 വരുന്നത്. ഈ നമ്മൾ കുട്ടിക്കാലത്ത് തൊട്ട് ഇത് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 33 കോടി എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് ഇതിൻ്റെ ശാസ്ത്രം, എങ്ങനെയാണ് അറിയില്ലല്ലോ. ഇപ്പോൾ ഒരു 33 എന്നതിന് പറയുന്നത് 34 പറയുന്നില്ല, അല്ലെങ്കിൽ 31 പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ലൊരു കണക്കായിരുന്നു ഒരു 50 കോടി എന്ന് പറഞ്ഞെങ്കിൽ ഒരു നല്ല കണക്കായിരുന്നു, അങ്ങനെയും പറയുന്നില്ല. അപ്പോൾ ഇതെന്താ ഈ 33 രഹസ്യമെന്ന് കുറേ വർഷങ്ങളായിട്ട് കുട്ടിക്കാലം എപ്പോൾ തൊട്ട് ഇത് ചിന്തിക്കാൻ തുടങ്ങി, അപ്പോൾ തൊട്ട് ഇത് തിരക്കുകയാണ്. നിങ്ങളൊക്കെ തിരക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒരേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ പറയുമ്പോൾ, ഭാരതത്തിൽ പല സ്ഥലത്തും സത്സംഗത്തിൽ സന്ദർഭവശാൽ ഇപ്പോൾ നമ്മുടെ ഒരു സന്ദർഭം വന്നപ്പോൾ, ഈ ഒരു വിഷയം വന്നപ്പോൾ നമ്മളത് ചിന്തിക്കുകയാണ്. അതുപോലെ വരുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ചോദിക്കും, നിങ്ങളതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം പറയുന്നത്. അങ്ങനെ പല പല അഭിപ്രായങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വളരെ വിചിത്രങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അതിൽ കിട്ടാറുണ്ട്. ഓരോരുത്തർ ഓരോന്നിങ്ങനെ പറയും. പക്ഷേ ഇതിനൊരു കൃത്യമായ കണക്കുണ്ട്, അതിനൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം അനുസരിച്ച് ആ ശാസ്ത്രം നിങ്ങൾക്ക് പറഞ്ഞ് കേൾപ്പിക്കാം. അതെ പ്രജാപതി. അങ്ങനെയാണ്. അതായത് ഈ 33 എന്ന് പറയുന്നത് ദേവന്മാരെ കുറിച്ച് പറയുമ്പോൾ, വേദത്തിൽ ഹവിസ് അർപ്പിക്കപ്പെടുന്ന ദേവന്മാർ, വേദമന്ത്രത്തിൽ മന്ത്രങ്ങളിൽ വൈദികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളിൽ സ്വാഹാകാരം പറഞ്ഞ് അർപ്പിക്കപ്പെടുന്ന മന്ത്രങ്ങൾ നിശ്ചിതമാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഓരോരോ പേരിൽ സ്വാഹാകാര മന്ത്രമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വൈദികമല്ല, വിഹിതമല്ല. അവിഹിതങ്ങളായിട്ടുള്ള വിധിക്ക് നിരക്കാത്ത രീതിയിലൊക്കെ ആൾക്കാർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അവിടെ ഈ സ്വാഹാകാര മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ദേവന്മാരുടെ പേരിൽ ഹവിസ് അർപ്പിക്കണമെന്ന് നിശ്ചിതമാണ്. അങ്ങനെയുള്ള ദേവന്മാർ 33. 33 ദേവന്മാർ മാത്രമാണ് വേദത്തിൽ ഹവിസ് അർപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ദേവന്മാർ.
ത്രയത്രിംശത്വേവ ദേവാഹ ത്രയത്രിംശത് ഹവിർഭുജഃ എന്ന് ബൃഹദാരണ്യക ഉപനിഷത്തിൽ, വേദത്തിലെ ശുക്ലയജുർവേദത്തിൽ വരുന്ന ശതപഥ ബ്രാഹ്മണത്തിലെ ഉപനിഷത്താണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. അതിൽ ഇത് പറയുന്നുണ്ട്, ത്രയത്രിംശത്വേവ ദേവാഹ ത്രയത്രിംശത് ഹവിർഭുജഃ. ഇവർ ദേവന്മാരാണെന്ന് പറഞ്ഞാൽ ദേവത എന്ന ശബ്ദം പ്രയോഗിക്കാറുണ്ട്. ദേവത, ഈ ദേവതാ ശബ്ദം സ്ത്രീലിംഗമാണ്. ദേവഹ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്. ദേവി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. അപ്പോൾ ദേവതാ ശബ്ദം സ്ത്രീക്കും പുരുഷനും, അതായത് ദേവന്മാർക്കും ദേവികൾക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ദേവത. ഇപ്പം നമ്മളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയാവാം പുരുഷനാവാം. അതുപോലെ ഇൻ ജനറൽ ദേവന്മാർക്ക് ദേവിക്കും വേണ്ടി ഒരുമിച്ച് പ്രയോഗിക്കുന്നൊരു ശബ്ദത്തെ ദേവതാ ശബ്ദമെന്ന് പറയും. അപ്പോൾ ഈ ത്രയത്രിംശത്ത് ദേവന്മാരാണ്. ത്രയത്രിംശത് ദേവന്മാരുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 33 ദേവന്മാരാണ് ഹവിസ് ഭോക്താക്കളായിട്ടുള്ളത്. അവരെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അഷ്ടവസുക്കൾ, ഏകാദശ രുദ്രന്മാർ, 12 ആദിത്യന്മാർ, ഇന്ദ്രനും പ്രജാപതിയും, ഇങ്ങനെ 33 ആവും. ഈ 33 ദേവന്മാരെല്ലാം ഗൃഹസ്ഥരാണ്. നമ്മുടെ ദേവന്മാർ ഋഷികളൊക്കെ ഗൃഹസ്ഥരായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഭാര്യമാരും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്താണ് ദേവതാ ശബ്ദം പറയുന്നത്. അപ്പോൾ ഇന്ദ്രാദി ദേവന്മാരുടെ ഇന്ദ്രാണി തുടങ്ങിയ ഭാര്യമാരുണ്ട്, രുദ്രൻ്റെ രുദ്രാണി തുടങ്ങിയ ഭാര്യമാരുണ്ട്. അങ്ങനെ ഭാര്യമാരെ കൂടെ ചേർക്കുന്നു. അപ്പോൾ അത് വീണ്ടും 33 കൂടി ചേരും. പക്ഷേ അത് 33 കണക്കാക്കുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാര്യയും ഭർത്താവും ഒന്നാണെന്ന് കണക്കാക്കിയിട്ടാണ് എല്ലാ വ്യവഹാരവും ആ രീതിയിലാണെന്ന് വയ്ക്കും. അങ്ങനെയുള്ള 33 ദേവന്മാരുടെ ശക്തികളായിട്ട് വകഭേദങ്ങൾ വരുന്ന അനേകം ശക്തികളുണ്ട്. ആ ശക്തികൾ ഓരോ ദേവന്മാർക്കും ശക്തികൾ കൽപ്പിച്ച് സദാരാ വിബുധാ സർവേ സ്വാനാം സ്വാനാം ഗണൈസഹ ത്രൈലോക്യേ തത്രയത്രിംശത് കോടിസംഖ്യാ യഥാഭവ എന്ന് പത്മപുരാണത്തിൽ ഉത്തരഖണ്ഡത്തിലും സ്കന്ദപുരാണത്തിലും ഇതുമാതിരി ശ്ലോകമുണ്ട്. മഹാഭാരതത്തിലും ഉണ്ട്. എന്താ പറയുന്നത്? ഈ 33 ദേവന്മാരെ നമുക്കുള്ളൂ. ഈ 33 ദേവന്മാരുടെ വിഭൂതികളാണ്, ഐശ്വര്യങ്ങളാണ്, അവരുടെ അവതാര രൂപങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങളാണ്. അവരുടെ സദാരാഹ, അവരുടെ ഭാര്യമാർ, അവരുടെ തന്നെ ഗണങ്ങൾ, ആ ഗണങ്ങളിൽ അവരുടെ ശക്തികൾ, അവർ തന്നെ ഓരോരോ ദേവന്മാർ പല രൂപത്തിലും പ്രകടമാകാൻ സാധിക്കുന്ന കഴിവുള്ളവരാണ്. അങ്ങനെ ത്രൈലോക്യത്തിൽ മുഴുവൻ 3 ലോകത്തിലും വച്ച് നോക്കുമ്പോൾ അവരുടെ ശക്തികളെല്ലാം വച്ച് ഓരോരോ ദേവന്മാർക്ക് ഓരോരോ കോടി ശക്തികളെന്ന് കൽപ്പിച്ച് പത്മപുരാണത്തിലാണ് ഈ 33 കോടി ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 33 കോടിയേ ഉള്ളൂ. അതിലൊന്ന് കുറയുന്നില്ല, ഒന്ന് കൂടുന്നില്ല. അത് ധാരാളമാണെന്നർത്ഥം. ആവശ്യത്തിന് ദേവന്മാരായി എവിടെ ആര് പൂജയ്ക്ക് വിളിച്ചാലും ദേവന്മാർക്ക് അവിടെ എത്താനുള്ള വ്യവസ്ഥിതമായ രീതിയായി. അങ്ങനെയാണ് 33 കോടി ദേവന്മാരായത്. ഈ 33 കോടി ദേവന്മാരാണ്, ദേവതമാരാണ്. എന്നാൽ ഇപ്പോൾ ഭഗവാൻ ശ്രീരാമൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, പരശുരാമൻ ഈ അവതാരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അവതാരങ്ങളൊന്നും ദേവതകളിൽ പെടില്ല. എവിടെയും ശ്രീകൃഷ്ണ ഭഗവാൻ ദേവതയാണെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീമദ് ഭാഗവതത്തിൽ നോക്കൂ, എവിടെ നോക്കൂ ദേവതാ ശബ്ദം പ്രയോഗിക്കില്ല. ദേവഹ എന്നുള്ള ശബ്ദം പ്രയോഗിക്കും. കാരണം ദേവശബ്ദം ഭഗവാനും പ്രയോഗിക്കാം, അവതാരങ്ങൾക്കും പ്രയോഗിക്കാം. ഇനി ഒരു രാജാവിന് വേണമെങ്കിലും ദേവശബ്ദം പ്രയോഗിക്കാം. അത് സ്തുതി പറയുന്നൊരു ശബ്ദമാണ്. ഒരു ആദരവോടുകൂടി പറയുന്ന ശബ്ദത്തെ ദേവശബ്ദം പറയുന്നു. ആൾക്കാരുടെ പേരും ദേവഹ എന്ന പേര് ഉള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ദേവത എന്ന പേര് നമ്മൾ വയ്ക്കാറില്ല. ദേവത എന്ന പേരുള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാനിതുവരെ കേട്ടിട്ടില്ല. ആരുടെയെങ്കിലും പേരിൻ്റെ ഓടൊപ്പം ദേവത എന്നുണ്ടോ?
ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിനെന്തോ ഒരു കാരണമില്ല. അതുപോലെ ഭഗവാന്റെ പേരിൻ്റെ കൂടെയും വർണ്ണനയിലും സ്തുതിയിലും എവിടെയും ദേവതാ ശബ്ദം എന്ന് പ്രയോഗിക്കുന്നില്ല. ദേവശബ്ദവും ബാക്കി ഭഗവാൻ എന്നുള്ള ശബ്ദമൊക്കെ പ്രയോഗിക്കും. അതിന് കാരണം ഈ ദേവതാ ശബ്ദം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അത് ടെക്നിക്കലി വേദത്തിൽ വരുന്ന ഈ 33 ദേവന്മാരുടെ വിഭൂതികൾ ഉൾപ്പെടെയുള്ള 33 കോടി ദേവന്മാരെന്ന് പറയുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ മാത്രമേ പ്രയോഗിക്കൂ. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പേരിൽ സ്വാഹാകാര മന്ത്രം വേദത്തിലില്ല. കൃഷ്ണായ സ്വാഹ എന്ന് മന്ത്രമില്ല. പിന്നെ ഇപ്പോൾ ഹവനം ചെയ്യുന്നവരൊക്കെ അങ്ങനെ സ്വാഹയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ മന്ത്രത്തിൽ സ്വാഹാകാരം അവതാരങ്ങൾക്ക് ഉണ്ടാവില്ല. ശ്രീരാമായ രാമായ സ്വാഹ എന്നുമില്ല, കൃഷ്ണായ സ്വാഹ എന്നുമില്ല, പരശുരാമായ സ്വാഹ എന്നുമില്ല. ഇതിനൊന്നും സ്വാഹ മന്ത്രങ്ങൾ ഉണ്ടാവില്ല. കാരണം ഈ തലങ്ങളിലേക്ക് വരുമ്പോൾ ദേവന്മാരുടെ നേരത്തെ പറഞ്ഞ തടസ്ഥ ലക്ഷണമാണ്. ഇതെല്ലാം ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. സൃഷ്ടിയുടെ പ്രക്രിയയിൽ വരുന്നതാണ്. പുരാണത്തിൻ്റെ പഞ്ചലക്ഷണങ്ങളിൽ ഒന്നാണ് സൃഷ്ടി വർണ്ണനം എന്ന് പറയുന്നത്, സർഗം എന്ന് പറയുന്നത്. ആ സർഗത്തിൽ വരുന്നതാണ് സർഗം, പ്രതിസർഗം, വംശാനുകഥനം, വംശകഥനം, വംശാനുകഥനം ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന ഭേദങ്ങളിൽ പല പല കാറ്റഗറികളുണ്ട്. അതിലിപ്പോൾ കശ്യപൻ്റെ പുത്രന്മാരായിട്ടാണ് മുഴുവൻ സൃഷ്ടിയെയും പറയുന്നത്. അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടി രൂപങ്ങളാണ്. അതിൽ ഈ ദേവതാ ശബ്ദം ഭിന്നമായി. പിന്നെ ഇവർക്ക് പറയുന്ന ഈ പറയുന്ന അവതാരങ്ങൾക്കൊക്കെ പറയുന്ന ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ എന്നാണ്. ഭഗവാൻ എന്നാണ്. ഈ ഭഗവാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യ അവതാരമായിട്ടെടുത്ത ആർക്കും ഭഗവാനാകാം. പക്ഷെ മനുഷ്യന്മാർക്കാർക്കും ദേവതയാവാൻ പറ്റില്ല. ദേവതയാവാൻ പറ്റില്ല. ദേവനെന്ന് പേരൊക്കെ ഇടാം, പക്ഷേ ദേവതയാകാൻ പറ്റില്ല. മനുഷ്യന് ഭഗവാനാകാൻ, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹയസ്റ്റ് ടൈറ്റിൽ അതാണ് ഭഗവാൻ എന്ന്. അതിലും വലിയ ആദരവ് കൊടുക്കുന്ന ടൈറ്റിലില്ല. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്ന് ചോദിച്ചാൽ അവതാരങ്ങൾ എന്നർത്ഥം. അവതാരങ്ങൾ മനുഷ്യനും ഭഗവാനാവാം. ആ അവതാരങ്ങളൊക്കെ വരുന്നത് അവിടെ നിന്നാണല്ലോ. ഇപ്പോൾ വസുക്കളിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്വരൂപമുണ്ട്, അല്ലെങ്കിൽ ആദിത്യന്മാരിൽ വിഷ്ണുവിൻ്റെ സ്വരൂപമുണ്ട്. അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് വരും. ഇന്ദ്രൻ എന്താ പറയുക, ഏകാദശ രുദ്രന്മാരിലെ രുദ്രനുണ്ട്, ശങ്കരനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവതാരങ്ങൾ വരാം. അവതാരങ്ങൾക്ക് മനുഷ്യ ശരീരം എടുത്താൽ അവരുടെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭഗവാനാവുക. അതിനൊരു ലക്ഷണമുണ്ട്. ഭഗവാൻ എങ്ങനെയൊക്കെ ആകാം, ആ ഭഗവാൻ ആകാനുള്ള എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം. അല്ലാതെ നമ്മൾ പഠിച്ച് PhD എടുത്തുകൊണ്ടൊന്നും ഭഗവാനാകാൻ പറ്റില്ല. അതിന് പ്രത്യേകിച്ച് ചില ക്വാളിറ്റീസ് ആവശ്യമാണ്. ആ ക്വാളിറ്റീസ് എന്തൊക്കെ വേണമെന്ന് 7-8 ശ്ലോകങ്ങളിൽ വളരെ വിശദമായി വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു പുരാണമാണ് അതിൻ്റെ പ്രമാണം. അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയഃ വൈരാഗ്യസ്യ അധ മോക്ഷസ്യ ഷണ്ണാം ഭഗൈതീരിണ ഉത്പത്തിം ച വിനാശം ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി എന്നൊക്കെ തുടങ്ങുന്ന ശ്ലോകങ്ങൾ, ഇതേ അർത്ഥം വരുന്ന ഇതിൻ്റെ കുറേ കൂടെ വിസ്തരിച്ച ശ്ലോകങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനെ ഭഗവാൻ എന്ന് സംബോധന ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാനാകാനുള്ള എന്താ ഉള്ള സാധ്യതയുണ്ട്, യോഗ്യതയുണ്ട്. വേണമെങ്കിൽ ശ്രമിച്ചാൽ ആകാം. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്തായാലും. കാരണം അനേക ജന്മ സംസിദ്ധസ്തോ യാതി പരാംഗതി എന്നാണല്ലോ. അങ്ങനെ ഒരു വ്യവസ്ഥ, ഈ ഒരു വ്യവസ്ഥ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു മതക്കാരിലും അവരുടെ മതത്തിൻ്റെ ദേവനാവാനോ അല്ലെങ്കിൽ പിന്നെ ഇതാവാനോ ഒന്നും പറ്റില്ല, ഭഗവാനാവാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് എങ്ങനെയാണ് നമുക്ക് ഇത്രയും ഭഗവാന്മാരുണ്ടായതെന്ന് മനസ്സിലാവാത്തത്. കാരണം അതിൻ്റെ ടെക്നിക്കൽ പ്രോസസ്സ് അവർക്ക് അറിയില്ല. കാരണം അവരുടെ ബോധത്തിൽ അതില്ലല്ലോ, അങ്ങനൊരു കൺസെപ്റ്റേ ഇല്ല. മനുഷ്യന് മനുഷ്യനായി ജനിക്കാനും മനുഷ്യനായി മരിക്കാനും മാത്രമേ
പറ്റൂ, അതിനപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല. അത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അതിന് സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ്. നമ്മളൊക്കെ അങ്ങനെയല്ല. ഇവിടെ തന്നെ പ്രാർത്ഥിച്ച് സാധന അനുഷ്ഠിച്ച് തപസ്സനുഷ്ഠിച്ച് ദിവ്യത്വം പ്രാപിക്കാൻ, ഡിവിനിറ്റി പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെ ആ ദിവ്യത്വം പ്രാപിക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ സ്ഥിതിയാണ് ഭഗവാൻ എന്ന സ്ഥിതി. അപ്പോൾ എന്തായി പറയുന്നതെന്ന് ചോദിച്ചാൽ, ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാന്റെ വർണ്ണനയിൽ ഇപ്പം എന്തൊക്കെ ഉണ്ടാകും? സ്വരൂപലക്ഷണം ഉണ്ടാകും അല്ലേ? ആ സ്വരൂപലക്ഷണവും നമ്മുടെ സ്വരൂപലക്ഷണവും തമ്മിൽ ഭേദമുണ്ടാവില്ല. എന്നാൽ അത് കഴിഞ്ഞു വരുന്ന ബാക്കി ലക്ഷണങ്ങൾ, തടസ്ഥ ലക്ഷണങ്ങൾ, അതിലൊക്കെ ഭേദം ഉണ്ടാവും. അതിൽ ഓരോരുത്തരും ഭിന്നമായിരിക്കും. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ സാകാരമായിട്ടും സഗുണമായിട്ടും ഈ ലീലകളൊക്കെ വർണ്ണിക്കുന്നത് ഭഗവാന്റെ തടസ്ഥ ലക്ഷണങ്ങളാണ്. ആ തടസ്ഥ ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെ വർണ്ണിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, രാവിലെ ഞാനത് വിശദമായി പറഞ്ഞതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ അവിടേക്ക് ആകർഷിക്കാനും ആ ജ്ഞാനമാകുന്ന സ്വരൂപത്തിലേക്ക് കൊണ്ടെത്തിക്കാനും മോക്ഷമാകുന്ന സ്വരൂപത്തിലേക്ക് കൊണ്ടെത്തിക്കാനുമായിട്ട് എതിരിച്ഛയാ, ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും ഭഗവാന്റെ നാമം കേട്ട് സ്തുതി കേട്ട് അതിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെടുമ്പോൾ അയാളുടെ വഴി തുറക്കുന്നു, അയാൾക്ക് ആ മാർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്, ഈ സത്സംഗത്തിലും പരിപാടിക്കൊന്നും പോകാൻ പാടില്ല, സ്വാമിമാരെ ഒന്നും കാണാനേ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചെറുപ്പക്കാരോടൊക്കെ അച്ഛനും അമ്മയൊക്കെ പറയും. നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അത് കാരണം ചെറുപ്പക്കാരിവിടെ വരില്ലല്ലോ. കാരണം ഇത് നേരത്തെ അവർ പഠിപ്പിച്ചു വെച്ചൊക്കെയാണ്. ഇത് നിങ്ങൾക്കുള്ള പരിപാടിയല്ല. ഇത് വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ കേട്ടിരിക്കാം, കേട്ട് ആസ്വദിക്കാം. അപ്പോൾ ഒരു വയസ്സായാൽ അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? അങ്ങനെ ആയാൽ, ആ സമ്പർക്കത്തിലെത്തിയാൽ ചിലപ്പോൾ മനസ്സ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനസ്സ് മാറിപ്പോകണം ഇങ്ങനെ പോകുന്നവർക്ക് എവിടെ കെട്ടിയിട്ടാലും എവിടെ അടച്ചു വെച്ചാലും പോകുന്നവർ പോകുക തന്നെ ചെയ്യും. കാരണം എന്താണ്? പൂർവജന്മകൃത കർമ്മമായിട്ടാണ്, അനേക ജന്മ സംസിദ്ധനായിട്ടാണ് വന്നിരിക്കുന്നത്. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമത. നിങ്ങൾക്കറിയാമല്ലോ, ശ്രീബുദ്ധൻ്റെ കഥയിൽ സിദ്ധാർത്ഥനായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ ജനിച്ചപ്പോൾ തന്നെ ഒരു ജ്യോതിഷൻ വന്ന് പറഞ്ഞു, ഈ കുട്ടിയെ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണ്? ഇയാൾ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കാകെ ഒരു പുത്രനേ ഉള്ളൂ. രാജ്യം പരിപാലിക്കണമെങ്കിൽ ഇയാളെ പുറത്ത് വിടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അച്ഛൻ എന്താ ചെയ്തത്? സിദ്ധാർത്ഥനെ പുറത്ത് വിട്ടേയില്ല. കാലമായപ്പോൾ വിവാഹം കഴിപ്പിച്ചു, യശോദയോട് വിവാഹം കഴിപ്പിച്ചു. അപ്പോൾ വിവാഹം കഴിച്ചൊരു കുട്ടിയായി, അകത്തായി. എന്തോ ഒരു കാരണത്തിൽ, ഒരു സമയത്തൊരു നിമിത്തത്തിൽ അച്ഛൻ അവിടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ എന്തോ ഒരു അവ്യവസ്ഥ വന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പുറത്തു പോകാനുള്ള ഇടയായി. പുറത്തു പോകുമ്പോൾ ഒരു ശവം കൊണ്ടുപോകുന്നത് കണ്ടു. ആൾക്കാർ കരഞ്ഞ് വിലപിച്ചുകൊണ്ട് ശവം കൊണ്ടുപോകുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിളവി. ഇതെന്താണ് ഇങ്ങനെ? ഞാൻ ഇതുവരെ ഇത് കണ്ടില്ലല്ലോ, ഇതെന്താ ഇവർ കാട്ടുന്നതെന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാണ് ദുഃഖം എന്ന് ആലോചിച്ചു. അതുവരെ ദുഃഖം എന്തെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. വിലാപം എന്തെന്ന് അറിയില്ല, ദുഃഖം എന്തെന്ന് അറിയില്ല. അങ്ങനെയാണ് സിദ്ധാർത്ഥനെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ആ ഒരു പ്രാവശ്യം വെളിയിലിറങ്ങി അതോടുകൂടി പോയിട്ട് എന്താ സംഭവിച്ചത്? നേരെ തിരിച്ചു വന്നു. അന്ന് രാത്രി തന്നെ തീരുമാനിച്ചു, ഇനി ഇത് മതി. ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ ദുഃഖം? എന്താണ് ഈ വിലാപം? അതിന് കാരണമെന്ത് എന്ന് അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. കാരണം നേരത്തെ അവിടം വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലിങ്ക്, അതിനൊന്ന് ഫയർ ചെയ്താൽ മതിയായിരുന്നു. അത് വെളിയിൽ പോയി ശവം കണ്ടതോടുകൂടി അത് ഫയറായി. അപ്പോൾ ആ സംസ്കാരമെല്ലാം വന്നു. അപ്പോൾ എന്താ ചെയ്ത? ഉടനടി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സുഖങ്ങളെയും ത്യജിച്ച്, ഭാര്യയെയും കുട്ടിയെയും ഒക്കെ ത്യജിച്ച് രാത്രി അവിടെ നിന്ന് ചാടിപ്പോവുകയാണ്. എന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെയാണ് ശ്രീരാമചന്ദ്രൻ്റെയും കഥ. അങ്ങനെ തന്നെയാണ് ദശരഥൻ ശ്രീരാമചന്ദ്രനെയും വളർത്തിയത്. പക്ഷേ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പഠിക്കുന്ന കാലത്ത് ഒരു 15 വയസ്സുള്ളപ്പോൾ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത്
അത് രാമായണത്തിൽ ഇല്ലാത്തൊരു കഥയാണ്. രാമായണത്തിൽ അങ്ങനെ ഇല്ല. ഇത് യോഗവാസിഷ്ഠമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. യോഗവാസിഷ്ഠം എന്തിനാണ് ഉപദേശിച്ചതെന്ന്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദുഃഖവും കഷ്ടതയും ലോകത്തിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ കാണുന്നു, കേൾക്കുന്നു. തിരിച്ചു വന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഇത് ഭയങ്കര കഷ്ടമായിട്ടുള്ള ജീവിതമാണ്, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഋഷിമാരുടെ ജീവിതം മതി. അങ്ങനെ പറഞ്ഞ് മനസ്സ് മാറുന്നൊരവസ്ഥ. 15 വയസ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ദശരഥൻ ആകെ വ്യാകുലനായി. എന്താ ചെയ്യുക? മൂത്ത മകനാണ്, രാജ്യം കൊടുക്കേണ്ടത് മൂത്ത മകനാണ്. അപ്പോൾ അവിടെ ഇതുപോലെ മുമ്പോ ആരോ പറഞ്ഞിട്ടുണ്ട് ഇയാളെ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴാണ് വസിഷ്ഠ മഹർഷിയെ വിളിക്കുന്നതും വസിഷ്ഠ മഹർഷി ആ വൈരാഗ്യവാനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനോട് യോഗവാസിഷ്ഠം ഉപദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ ഇത് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് ഇത് ഫ്ലാഷ് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് സംസ്കാരം കൊണ്ടേ ആവൂ. ചില ആൾക്കാരുണ്ട് എന്തൊക്കെ ആയാലും ഒരു വ്യത്യാസവുമില്ല, 90 വയസ്സാവട്ടെ 95 വയസ്സാവട്ടെ, അവർക്ക് വൈരാഗ്യമോ അതൊന്നുമില്ല. എത്ര സ്വാമിമാരെ കണ്ടിട്ടും കാര്യമില്ല, എന്തൊക്കെ ഗീത പഠിച്ചിട്ടും കാര്യമില്ല, എന്തൊക്കെ ഭാഗവതം കേട്ടിട്ടും നമുക്ക് വിരക്തി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനൊരു പൂർവ്വ സംസ്കാരമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഉണ്ടായി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പൂർവ്വജന്മകൃതമായിട്ടുള്ള കർമ്മമായിട്ട് ബന്ധിച്ച് വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് മോക്ഷത്തിലേക്ക് പ്രവർത്തിക്കാനും അതിൻ്റെ സാധനകൾ ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രം മുഴുവൻ സംസാരിക്കുന്നത്. അപ്പോൾ തടസ്ഥ ലക്ഷണങ്ങൾ അതത് അവസ്ഥകളിൽ മാറിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയിൽ ഏതവസ്ഥയിലാണ് ഇത് നമുക്ക് ജ്ഞാനം കിട്ടുക, ഏത് ഒരു സ്വഭാവത്തെ, ഏതൊരു അഭ്യാസത്തെ, ഏതൊരു പ്രാക്ടീസിനെ കണ്ടിന്യൂ ചെയ്താലാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുക എന്ന് ശാസ്ത്രം മനസ്സിലാക്കി തരുന്നതനുസരിച്ച് അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ആ ജ്ഞാനമാർഗത്തിലെത്തും. അപ്പോൾ അതാണ് ഈ ഭാഗവതത്തിലെ കഥ. അതിൽ ഭഗവാന്റെ തത്വം എന്ന് പറയുന്നത് അവതാരങ്ങളോടും ഈ പറഞ്ഞ സമഗ്ര ഐശ്വര്യം ഉണ്ടായിരിക്കുക, ധർമ്മജ്ഞാനമുണ്ടായിരിക്കുക, വൈരാഗ്യമുണ്ടായിരിക്കുക, മോക്ഷത്തെക്കുറിച്ച് അറിയുക, ഉത്പത്തി നാശങ്ങളെക്കുറിച്ച് അറിയുക, പ്രാണികളുടെ കർമ്മബന്ധനങ്ങളെക്കുറിച്ച് അറിയുക, ഈ പറയുന്ന അറിവുകളൊക്കെ ഒരു മനുഷ്യനുണ്ടായാൽ ആ മനുഷ്യൻ ഭഗവാനാണെന്ന് പറയാം. അതുകൊണ്ട് നമ്മുടെ മഹാത്മാക്കളെയൊക്കെ നമ്മൾ ഭഗവാൻ എന്ന് സംബോധന ചെയ്യുന്നു. ഭഗവാൻ ശങ്കരാചാര്യർ, അപ്പോൾ ശങ്കരാചാര്യർക്ക് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നു. വേദവ്യാസന് ഭഗവാൻ എന്ന ടൈറ്റിലുണ്ട്. അങ്ങനെ വ്യക്തികളായിട്ട് മനുഷ്യരായിട്ട് തന്നെ ജീവിച്ച ഋഷിമാർക്കും ഒക്കെ ഭഗവാൻ എന്ന ടൈറ്റിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ധർമ്മത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ സവിശേഷമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ പുരാണങ്ങളിൽ നമ്മൾ കാണുന്നത് മുഴുവൻ ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥയാണ്. കശ്യപ ഋഷിയുടെ പ്രധാനമായിട്ടും 2 മക്കൾ കൂട്ടങ്ങൾ, ഒരു കൂട്ടം ദേവന്മാർ, മറ്റൊരു കൂട്ടം അസുരന്മാർ. ഇവർ തമ്മിലുള്ള മൽപ്പിടുത്തം, ഇവർ തമ്മിലുള്ള അടിയും വഴക്കും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോഴും അറിയാം, ഒരച്ഛൻ 2 മക്കളുണ്ടെങ്കിൽ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ കാണുന്ന അവസ്ഥയെ ചിന്തിച്ചു കൊണ്ടായിരിക്കണം അങ്ങനെ ഒന്ന് കൽപ്പിച്ചത് എന്ന് പറയാൻ സാധ്യതയുണ്ട്. ആ 2 മക്കൾക്ക് 2 മക്കൾക്കും 2 സ്വഭാവമാണ്. ഒരു കൂട്ടർ അസുരരാണ്, ക്രൂര സ്വഭാവമുള്ളവരാണ്, ആക്രമണങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, സഹനശക്തി ഇല്ലാത്തവരാണ്. മറ്റൊരു കൂട്ടർ സാത്വികരാണ്, ദേവന്മാരാണ്, എന്നാൽ സുഖഭോഗികളാണ്. തങ്ങളുടെ സ്ഥാനമാനങ്ങൾ വിടാൻ അവർക്ക് താല്പര്യമില്ല. അസുരന്മാർ പലപ്പോഴും ആക്രമിച്ച് ഈ സ്ഥാനമാനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു.
പിന്നെ അതിനെ ദേവന്മാർ തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള കഥകളാണ് മൊത്തം ഈ ഭാഗവതത്തിലും എല്ലാ പുരാണങ്ങളിലും ഉള്ളത്. ഇതിലൊരു ആധ്യാത്മിക സാരം കൂടിയുണ്ട്. എന്താണ് ആധ്യാത്മിക സാരമെന്ന് ചോദിച്ചാൽ, ഈ ദേവത്വം അസുരത്വം എന്നൊക്കെ പറയുന്നത് ഭഗവാൻ ശങ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ ബൃഹദാരണ്യക ഭാഷ്യത്തിൽ അവിടെ ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ഈ എവിടെ നോക്കിയാലും, വേദം മുതൽക്ക് എവിടെ നോക്കിയാലും ദേവന്മാരും അസുരന്മാരും തമ്മിലടിച്ചു, പിന്നെ അവർ ഒരുമിച്ചു. ഇപ്പോൾ അമൃതമന്ഥനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരുമിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അവിടെ മോഹിനിയെ കൂടിയിട്ട് അവിടെ പിന്നെയും പ്രശ്നമായി. അപ്പോൾ ഇതിങ്ങനെ ഉണ്ട്. ഇതെന്താണ് അതിൻ്റെ ഒരു സാരം? ഇപ്പോൾ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമികൾ ആധ്യാത്മികമായിട്ടുള്ള ആധ്യാത്മിക ആചാര്യനാണ്. ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഉപനിഷത്ത് വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം. അപ്പോൾ അവിടെ ആചാര്യസ്വാമിജികൾ ഒരു സൂചന പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വാസ്തവത്തിൽ ഈ ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ഒക്കെ നമ്മുടെ തന്നെ ഭാവങ്ങളാണ്. ഇന്ദ്രിയലോലുപമായിരിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്നു. സുഖലോലുപത്വം മാത്രം വച്ചിരിക്കുന്ന മനസ്സ്, പ്രവർത്തിക്കുന്ന മനസ്സ്, അനിയന്ത്രിതമായിട്ട് സുഖലോലുപമായി പ്രവർത്തിക്കുന്ന മനസ്സ്, വിഷയലംബടമായി പ്രവർത്തിക്കുന്ന മനസ്സ്, അങ്ങനെയുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ആരാ? ദേവന്മാരാണോ അസുരന്മാരാണോ? അസുരന്മാരാണ്. ഇപ്പോൾ ദേവന്മാർക്ക് കുറച്ച് നിയന്ത്രണമുണ്ടെന്നാണ് വൈപ്പ്. എന്നാൽ അതില്ലാതിരിക്കുന്നതുകൊണ്ട്. അതുപോലെ ക്രൂര സ്വഭാവം, ക്രോധം വരുന്നു, അതിയായിട്ടുള്ള ക്രൂര സ്വഭാവം, മറ്റുള്ളവരെ വഞ്ചിക്കുക, ആക്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അതെല്ലാം ആസുരിക ഗുണമാണ്. അപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികൾ പറയുന്നത്, ഒരു വ്യക്തിയിൽ തന്നെ ആസുരിക സമ്പത്തും ദൈവീ സമ്പത്തും കാണാൻ കഴിയും. അതാണല്ലോ ശ്രീമദ് ഭഗവത്ഗീതയിൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗമെന്ന് ഭഗവാൻ പറഞ്ഞത്. അത് ഈ ദേവന്മാരുടെയും അസുരന്മാരുടെയും ആധ്യാത്മിക ചിന്തനമാണ്. അപ്പോൾ ഈ ദോഷങ്ങളെയാണ് അസുരന്മാരെന്ന് പറയുന്നത്, ഈ ഗുണങ്ങളെ ദേവന്മാരെന്ന് പറയുന്നു. ഇങ്ങനെ രണ്ട് തരം സാത്വിക ഗുണങ്ങളും രാജസിക ഗുണങ്ങളും താമസിക ഗുണങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ രാക്ഷസന്മാരാകും, രാക്ഷസഭാവവും താമസിക ഗുണവും വരും, പൈശാചികമായ പ്രവൃത്തികൾ ചെയ്യും. പലപ്പോഴും പറയാറുള്ളൂ, ഇവരെങ്ങനെയാണ് മനുഷ്യരായത്, മനുഷ്യന് ഇതിൽ ചെയ്യാൻ സാധിക്കുമോ എന്ന് പറയുന്നു. വാസ്തവത്തിൽ പറ്റില്ല. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം ആ തലത്തിൽ മാറിപ്പോകുമ്പോൾ അത്തരത്തിലുള്ള സ്വഭാവങ്ങളെ പൈശാചികമായിട്ടും ആസുരികമായിട്ടുമൊക്കെ കണക്കാക്കി നാം പറയാറുണ്ട്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നതാണ് ഈ യുദ്ധം. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു യുദ്ധം ഉണ്ടായാൽ സാധാരണ രീതിയിൽ എപ്പോഴും ജയിക്കുക അസുരന്മാരായിരിക്കും. ക്രൂരതയും ആക്രമണവുമാണ്, തീവ്രവാദവുമാണ് എപ്പോഴും ജയിക്കുക എന്ന് കാണും. പക്ഷേ വാസ്തവത്തിൽ അത് നിലനിൽക്കില്ല. ജയിക്കും, പക്ഷെ നിലനിൽക്കില്ല. അങ്ങനെയാണ് ഈ അസുരന്മാർ എത്രയോ വട്ടം സ്വർഗം പിടിച്ചെടുത്തു, പക്ഷെ അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല. ദേവന്മാർ ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ അവർ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് ആരെങ്കിലുമൊക്കെ ഇറക്കി അവരിൽ നിന്ന് വീണ്ടും അത് തട്ടിപ്പറിക്കും. അപ്പോൾ ഇങ്ങനെ പെർമനൻ്റായിട്ട് അവരിത് ആക്രമണം ചെയ്ത് പിടിക്കുന്നു, പക്ഷേ അധികം കാലം അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിന് ഇവർ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അസുരന്മാർക്ക് ബുദ്ധി കുറവ് എന്നാണ് വൈപ്പ്. കാരണം എന്താണ്? അവരുടെ ക്രൂര രാജസ്വിക സ്വഭാവം ബുദ്ധിക്ക് അനുകൂലമല്ല. ആക്രമണത്തിന് അനുകൂലമാണ്, പക്ഷേ ബുദ്ധിക്ക് അനുകൂലമല്ല. ബുദ്ധിര്യസ്യ ബലം തസ്യ എന്നാണ് മഹാഭാരതം പറയുന്നത്. അതായത് അവസാനമായിട്ട് ജയിക്കുക ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവനായിരിക്കും ജയിക്കുക. അങ്ങനെയാണ്. ഈ ബുദ്ധിയുടെ വികാസമാണ് മനുഷ്യൻ്റെ വികാസം. മനുഷ്യൻ വികസിച്ച് ബുദ്ധി വികാസത്തിൻ്റെ അവസാന കോടിയിലാണ് എവിടെ എത്തുക? മോക്ഷം പ്രാപിക്കുക. ഇതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്.
നമ്മുടെ ഈ സംഘാതത്തിൽ നമുക്ക് ശരീരമുണ്ട്. സംഘാതം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കൂട്ടം. ശരീരമുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്, പ്രാണനുണ്ട്, അഹങ്കാരമുണ്ട്, ബുദ്ധിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ നിരന്തര വികാസശീലമുള്ളത്, ശരീരം വികസിക്കുന്നു, കുറച്ചൊക്കെ തടിയൊക്കെ വയ്ക്കും, വികസിക്കും. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. കുറച്ച് വികസിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും അതിന് സമയം കഴിയും, പിന്നെ അത് ഇല്ലാണ്ടാവും. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യേകിച്ച് വികാസം ഇല്ല, അതിന് വികസിക്കാനുള്ള ചാൻസ് ഇല്ല. എന്തോ ഉള്ളത് അത് അങ്ങനെ തന്നെ നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളതേ നടക്കുള്ളൂ. മനസ്സിൽ കുറേ അറിവുകൾ, പുതിയ പുതിയ അറിവുകൾ വരുമ്പോൾ മനസ്സിൻ്റെ ചിന്താഗതിയൊക്കെ മാറുന്നത് കൊണ്ട് വികസിക്കുന്നു. പക്ഷെ മനസ്സിൻ്റെ വികാസം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡാണ്. അപ്പം ഇതിനെ ഒന്നും വികസിപ്പിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. ശരീരത്തെ വികസിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് കൂടുതൽ ശക്തി പകർന്നു, അതിന് നല്ല ആരോഗ്യമുണ്ടാക്കി വച്ചു. എത്ര വച്ചാലും 100, 110. നമ്മളിപ്പോൾ വാരണാസിയിൽ ഈ കഴിഞ്ഞ വർഷം 128 വയസ്സ് വരെ ജീവിച്ചിരുന്ന ശിവാനന്ദ യോഗി എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ ഒക്കെ വന്നിരുന്നു. കന്യാകുമാരിയിൽ വന്നിരുന്നു, അതൊക്കെ കണ്ടിരുന്നു. നമ്മൾ അദ്ദേഹത്തിനെ ദർശിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. നമ്മുടെ ആശ്രമത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയിൽ ഉത്തരകാശി വന്നിരുന്നു. നമുക്ക് കുറേ ഇതൊക്കെ എഴുതി തന്നു പോയിട്ടുണ്ട്. ഒരു അത്ഭുത മനുഷ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 128 വയസ്സ് വരെ ഒരു രോഗവുമില്ലാതെ. അപ്പോൾ അദ്ദേഹം വെള്ള വസ്ത്രത്തിലാണ്. അപ്പോൾ നമ്മൾ സ്വാമിമാർ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ ഈ 128 വയസ്സുള്ള മനുഷ്യൻ അദ്ദേഹം ആ കസേരയിൽ നിന്ന് എഴിച്ചിട്ട് നമ്മളെല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ചു. എന്തോ ഒരു അത്ഭുതം നോക്കൂ. എങ്ങനെയാണ് അദ്ദേഹം 128 വയസ്സ് വരെ രോഗമില്ലാതെ ജീവിച്ചത്? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നടക്കാൻ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് നടന്ന് സാധാരണ രീതിയിലെ യാത്ര ചെയ്യുള്ളൂ. അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ബസ്സിൽ, പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് ബസ്സിൽ നിന്ന് അദ്ദേഹം ഒരു ജീപ്പിലേക്ക് യാത്ര ചെയ്യാൻ സമ്മതിച്ചത്. അവിടെ കാരണം ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു അത്ഭുത മനുഷ്യൻ ഈ 128 വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് എന്തെല്ലാം റെക്കോർഡുകൾ എന്തൊക്കെ ചെയ്യാമായിരുന്നു. ഇതെങ്ങനെയാണ് അറിയുന്നത്, നാട്ടുകാരറിയുന്നത്, സർക്കാർ അറിയുന്നതെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഇദ്ദേഹം ഈ യോഗയുടെ ഒരു ആളാണ്. ഇദ്ദേഹം യോഗയുടെ പ്രചാരമൊക്കെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ യോഗയാണ് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്തപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അദ്ദേഹം ഇങ്ങനെ വിദേശത്തൊക്കെ പോകും. ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും, നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ്. അദ്ദേഹം എഴുതിയത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. കൈക്കൊന്നും വിറയലോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ കാണുന്നത് അദ്ദേഹം സമാധിയാവുന്ന ഒരു 8 മാസം മുമ്പാണ്. അതിലെല്ലാം എഴുതി തന്നു. വർത്തമാനം പറയുന്നത് കുറവാണ്. നമ്മളെ മാതിരി ഇതേപോലെ 5-6 മണിക്കൂർ ഇരുന്ന് വർത്തമാനമൊന്നും പറയില്ല. സംസാരിക്കൽ വളരെ കുറവാണ്, മൗനമാണ്. കുറച്ചൊക്കെ സംസാരിക്കും, രാവിലെ കുറച്ച്, വൈകുന്നേരം കുറച്ച്, അങ്ങനെയൊക്കെയാണ്. എല്ലാം നിയമത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ ദുബായിലോ മറ്റോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അവരുടെ ഭക്തരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡൽഹി എയർപോർട്ടിൽ കൊണ്ടുപോയി. പാസ്പോർട്ടൊക്കെ ഉണ്ട്, കൊണ്ടുപോയി. അപ്പോൾ ഈ ടിക്കറ്റും ഇതൊക്കെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഈ പാസ്പോർട്ട് ചെക്ക് ചെയ്യണ സമയത്ത് അവിടെ ഇരുന്ന കുട്ടിക്ക് ഈ പാസ്പോർട്ടിൽ എഴുതിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയപ്പോൾ, ഇയാളെ നോക്കിയപ്പോൾ ഒരു അത്ഭുതം. ഇതെന്തോ പരിപാടിയെന്ന്. കാരണം ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടനെ ഈ പാസ്പോർട്ട് എടുത്തിട്ട് അയാൾക്ക് സംശയമാണ്, ഇത് പിന്നെ പാസ്പോർട്ട് തട്ടിപ്പാണോ, ഇനി ഇയാൾ തട്ടിപ്പാണോ, എന്താണെന്ന് അറിയില്ലല്ലോ. ബാക്കി എല്ലാ സംഗതികളും ശരിയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പറഞ്ഞു, അല്ല, ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമുണ്ട്. അവർക്ക് വിശ്വാസം വന്നില്ല. ഇങ്ങനെ ഒരു പ്രായമുള്ള ആളെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ അറിയണ്ടേ. ടി വിക്കാരും പിന്നെ പത്രക്കാരും ഒക്കെ പറയേണ്ടതായിരുന്നു, ഇങ്ങനെ ഒരാളുണ്ടോ. അപ്പോൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി അവർക്ക് സംശയമായി. അവരുടനെ ഇത് ചെക്കിങ്ങിന് കൊടുത്തു. അവരെല്ലാം ഓൺലൈനിൽ വേണ്ട രീതിയിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ സംഗതിയെല്ലാം പക്കയാണ്. ഇയാൾക്ക് ഇത്രയും പിന്നെ വയസ്സുണ്ട്, ഇയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാണ്, പാസ്പോർട്ട് കറക്റ്റാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ പ്രായമുണ്ട് എന്ന് സർക്കാർ അറിയുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാർ പിന്നെ അദ്ദേഹത്തിന് പത്മശ്രീയൊക്കെ കൊടുത്തു. അങ്ങനെയാണ് ലോകം അറിയുന്നത് ഇങ്ങനൊരാളുണ്ട്. അത്രയും സിമ്പിളായിട്ട് താമസിച്ചിരുന്നതാണ്. ആരിൽ നിന്നും പൈസ വാങ്ങില്ല, ദക്ഷിണയൊന്നും വാങ്ങില്ല. എത്രയോ കാലമായിട്ട് എണ്ണ ഉപയോഗിച്ചൊന്നും കഴിക്കില്ല, പാല് കഴിക്കില്ല. കാരണം എണ്ണ ഉപയോഗിച്ചതും പാല് കഴിക്കുന്നതും ഒക്കെ സുഖഭോഗമാണ്. നമ്മൾ കമ്മ്യൂണിസം പറയില്ലേ, ഇതൊക്കെ
സുഖഭോഗമാണെന്ന് പറയുന്ന അദ്ദേഹം അങ്ങനെ ജീവിച്ച് കാണിച്ച ആളാണ്. അപ്പോൾ അതൊന്നും ടേസ്റ്റായിട്ടുള്ള ഒന്നും കഴിക്കാതിരിക്കുക, ഉപ്പ് ഇതൊക്കെ കുറച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ. കുറേ ഇതുപോലെ നിയമങ്ങളുണ്ട്. നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് നടന്നേ പോവുകയുള്ളൂ. അഥവാ യാത്ര ചെയ്യണമെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യും, സാധാരണക്കാരുടെ ബസ്സിൽ. പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിലും സെക്കൻഡ് ക്ലാസ്സിൽ അല്ലെങ്കിൽ തേർഡ് ക്ലാസ്സിലായിട്ട് സാധാരണ രീതിയിൽ യാത്ര ചെയ്യുള്ളൂ, എ സിയിൽ യാത്ര ചെയ്യില്ല. അങ്ങനെയുള്ള കുറേ നിയമങ്ങളെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ ഒരു ചിട്ടകൾ നോക്കിയാൽ, നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു ചിട്ട അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന് നോക്കിയാൽ കൂടുതൽ ആഹാരം കഴിക്കുന്നതോ കൂടുതൽ സൗകര്യമോ ഒന്നും അല്ല. ജീവിതത്തിൻ്റെ ചിട്ടയാണ് അദ്ദേഹത്തിന് അവസാനം വരെ നിരോഗിയായിട്ട്, ഒരു രോഗം ഉണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ അദ്ദേഹം ജീവിച്ചു പോയി. അവസാനം എന്തോ ചെറിയൊരു ശരീരവേദനയോ ചെസ്റ്റ് വേദനയോ അങ്ങനെ ഉണ്ടായിട്ടാണ് ഈ കഴിഞ്ഞ ഒരു വർഷമായി ഇപ്പോൾ അദ്ദേഹം സമാധിയായിട്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് സമാധിയാവുക, അങ്ങനെ ഉണ്ടാകും. വളരെ സിമ്പിളായിട്ടുള്ള ജീവിതം. അപ്പോൾ ഇത് ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല ജീവിതമെന്നാണ്. ജീവിതത്തിന് വേറൊരു മേഖലയുണ്ട്, വേറൊരു ജീവിതത്തിൻ്റെ സ്വരൂപമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് പറയുന്നു, അതുകൂടി പറയണം. അച്ഛനും അമ്മയും അവർ പണ്ട് കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു. ഇവിടെ ഒന്നുമില്ല, വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. അപ്പോൾ ഭിക്ഷ എടുത്താണ്, വഴിയിലിരുന്നൊക്കെ ഭിക്ഷ എടുത്താണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമൊക്കെ കഴിച്ചു കൂട്ടിയത്. പിന്നെ ഏതോ ഒരു അധ്യാപകനോ മറ്റോ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും സാമർഥ്യമൊക്കെ കണ്ട് അദ്ദേഹത്തിനെ പഠിപ്പിച്ചു, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ. അങ്ങനെ പഠിപ്പിച്ച് നല്ല രീതിയിലുള്ള, അതുകൊണ്ട് അന്നത്തെ കാലത്തുള്ള ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്, നല്ല വിദ്യാഭ്യാസം. അത് എന്താ ഇവരെ പഠിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ നന്നായിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞും അദ്ദേഹം ആ ജീവിതം എന്താണോ അച്ഛനും അമ്മയും എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ ജീവിതം തന്നെ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് പിന്നെ ദീക്ഷ സ്വീകരിച്ചു, സ്വാമിയായി, ആശ്രമമുണ്ടായി, എല്ലാം ചെയ്തു. മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടേയിരുന്നു. വരുന്ന പൈസയും മറ്റുള്ള രീതിയിലൊക്കെ എല്ലാവരും സഹായിച്ചു കൊണ്ടിരുന്നു. ആൾക്കാർ, ഭക്തന്മാർ വന്ന് കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹം അതൊന്നും സ്വീകരിക്കില്ലായിരുന്നു. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും മീഡിയയിൽ വരാനോ ഇതൊന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവസാന കാലം വരെ അദ്ദേഹത്തിന് അറിയാത്തത്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരങ്ങനെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അതിന് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന ഓരോ വസ്തുതകളെയും കേവലം ഒരു അറിവായിട്ട് കണക്കാക്കാതെ, ഒരു ഇൻഫർമേഷനായിട്ട് കണക്കാക്കാതെ, ഇത് യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുകയും ആ യാഥാർത്ഥ്യത്തെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ ശാസ്ത്രം പറയുന്ന നമ്മുടെ ജീവിതത്തിലെ സാഫല്യം പ്രാപിക്കാനും നമ്മൾ ശ്രമിക്കണം. എല്ലാ ജ്ഞാനത്തിൻ്റെയും എല്ലാ പ്രയോഗങ്ങളുടെയും, അല്ലെങ്കിൽ പ്രയോഗം എന്ന് പറയുമ്പോൾ വ്യാവഹാരിക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെയും അവസാനം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. നമ്മൾ പറഞ്ഞത് ശരീരത്തിൻ്റെ വികാസം കൊണ്ടോ ശരീരം എത്ര കാലം ജീവിച്ചിരിക്കും എന്നതുകൊണ്ടോ മനസ്സിൻ്റെ വികാസം കൊണ്ടോ എന്നും പൂർണ്ണതയില്ല. അതൊക്കെ താത്കാലികമാണ്. ഇപ്പോൾ ഇത്രയും പ്രായം ഉണ്ടായിരുന്ന മനുഷ്യനും ആ സമയമായപ്പോൾ അദ്ദേഹം പോയി. 128 വയസ്സ് വരെ ജീവിച്ചിരുന്നു, എന്നിട്ട് അദ്ദേഹം പോയി. അപ്പം ശരീരത്തിന് എത്ര കാലം ആയുസ്സുണ്ട് എന്നുള്ളത് അങ്ങനെയല്ല. ശങ്കരാചാര്യ സ്വാമിജികൾ കേവലം 32 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ 32 വയസ്സിൽ അദ്ദേഹം ചെയ്തു പോയ കാര്യം 32,000 വർഷം കഴിഞ്ഞാലും ഉണ്ടാകും. അപ്പോൾ അതാണ് ശരീരത്തിൻ്റെ പ്രയോഗം. അപ്പോൾ എന്താണ് വികസിക്കുന്നത്?
വികാസം ഏതിനാണ് വേണ്ടത്? എന്തിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നാം നടത്തുന്നത്? ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടിയിട്ട്. സനാതനധർമ്മത്തിൽ അതുകൊണ്ടാണ് ബുദ്ധിയെ മാത്രമേ നമ്മുടെ യഥാർത്ഥ ഉപകരണമായി കണക്കാക്കിയിട്ടുള്ളൂ. ബുദ്ധിയുടെ വികാസം എവിടെയാണ് പോയി നിൽക്കുക എന്ന് ചോദിച്ചാൽ, ബുദ്ധിയുടെ വികാസം പോയി നിൽക്കുന്നത് ആത്മജ്ഞാനം അഥവാ മോക്ഷം പ്രാപിക്കുന്നത് വരെയാണ്. മോക്ഷം പ്രാപിക്കുന്നിടത്ത് പോയേ ബുദ്ധിയുടെ വികാസം നിൽക്കുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ട് ചിന്തിച്ച് സൂക്ഷ്മതയെ ചിന്തിച്ച് അവസാനം അവിടെ എത്തും. ഇത് നമ്മുടെ ഋഷിമാർ മനസ്സിലാക്കിയിട്ട് ബാക്കി ശരീരവും മറ്റ് ഇന്ദ്രിയങ്ങളും ഒക്കെ കൊണ്ട് ചെയ്യുന്ന ഭോഗങ്ങളും സുഖങ്ങളും ഒക്കെ ലിമിറ്റഡാക്കി വച്ച്, അതിനെയൊക്കെ സംയമനത്തിൽ വച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ബുദ്ധിക്ക് വികാസത്തിന് വേണ്ട കാര്യങ്ങൾ പരമാവധി ചെയ്തു കൂട്ടി. അങ്ങനെ അവർ ചെയ്തു കൂട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ആയിരക്കണക്കിന് ശാസ്ത്രഗ്രന്ഥങ്ങൾ, ഇത്രയും ഗഹനമായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളുള്ളത്. അതിൽ ഓരോരോ ഗ്രന്ഥം എഴുതണമെങ്കിലും എത്രയെങ്കിലും ശ്രമം വേണം. അന്ന് ഒരു സൗകര്യമില്ലാതെ ഇതിലൊക്കെ അവർ എഴുതി വെച്ചു. കാരണം എന്താണ്? നമ്മുടെ സനാതനധർമ്മത്തിലെ ആദ്യത്തെ മന്ത്രോപദേശമായ ഗായത്രി മന്ത്രോപദേശത്തിൽ എനിക്ക് ധനം കിട്ടണമേ, എനിക്ക് സമ്പത്തുകൾ ഉണ്ടാകണമേ, എനിക്ക് നല്ല ജോലി കിട്ടണമേ, എനിക്ക് നല്ല കുടുംബം കിട്ടണമേ, നല്ല ഭാര്യയും മക്കളെയും കിട്ടണമേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്? ഒന്നുമല്ല. എന്താ, ഇതൊന്നും അവർക്ക് വേണ്ടാഞ്ഞിട്ടാണോ? അതുമല്ല. പിന്നെയോ, അതൊക്കെ താത്കാലികമാണ്. അതൊന്നും കൊണ്ട് എത്തേണ്ടടുത്ത് എത്താൻ സാധിക്കില്ല. പിന്നെ ഏതാണ് അവിടേക്ക് എത്തിക്കുന്നത്? അതിൻ്റെ മാത്രം വികാസമേ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. ഗായത്രി മന്ത്രത്തിലെ ബുദ്ധിയുടെ വികാസം, ധിയോയോന പ്രചോദയാതെന്നാ പറയുക. ആ ഭാഗം മാത്രമാണ് മുഖ്യമായിട്ടുള്ള അംശം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ബുദ്ധിയുടെ വികാസത്തിൻ്റെ അവസാനം ആത്മസാക്ഷാത്കാരത്തിൽ പോയി നിൽക്കും. അതുമാത്രം മതി എന്നാണ്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഒരു ചിന്താ പദ്ധതി. ഇതിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം വരുന്നത്. ഇത് അവസാനം ത്യാഗം കൊണ്ടേ സാധിക്കും. ത്യാഗമില്ലാതെ ഈ വികാസം പൂർണ്ണമാകില്ല. അപ്പോൾ അങ്ങനെ ആ വികാസത്തിൻ്റെ ഒരു ചിട്ടയാണ് ഈ ബുദ്ധിവികാസം എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മുടെ ഉപാധികൾ, നമുക്ക് ഉപയോഗിക്കാവുന്ന ഉപാധികളെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ബുദ്ധിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായ വസ്തു. മറ്റ് ജീവികൾക്ക് ഇല്ലാത്തതും താരതമ്യേന വളരെ കുറവുള്ളതും അതാണ്. മനുഷ്യന് ഏറ്റവും വിശിഷ്ടമായിട്ട് കിട്ടിയിരിക്കുന്നത് ബുദ്ധിയാണ്. അതിനെ പരമാവധി വികസിപ്പിക്കാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ സമയം ഇവിടെ അവസാനിച്ചു. ഈ ഒരു ഭാഗം നമുക്ക് പ്രവേശിക്കേണ്ട ഒരു ഭാഗത്തിൻ്റെ ഒരു വ്യക്തത നമ്മളിവ് മനസ്സിലാക്കി. ഇനി നാളത്തെ ദിവസം മുഴുവനും ഈ വിഷയത്തിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമ്മളൊരു സ്തുതിയെക്കുറിച്ച് സ്തുതിയെ പരിചയപ്പെടും. ആ സ്തുതിയിൽ എങ്ങനെയാണ് ഈ തത്വങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു സ്തുതിയെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഭാഗവതത്തിൽ ഏത് ഭാഗങ്ങൾ, ഏത് അംശങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അതിൽ മനസ്സിലാക്കേണ്ടതെന്ന്. അപ്പോൾ അതിനൊരു പരിചയം എന്ന രീതിയിൽ വേദാന്തത്തിൻ്റെ കാര്യങ്ങളും സഗുണവും നിർഗുണവും നേരത്തെ പറഞ്ഞ ദേവതാരൂപവും ഭഗവാന്റെ സ്വരൂപവും ഒക്കെ വരുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ സത്രം ഇവിടെ അവസാനിപ്പിക്കാം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.